So hi, hello, good evening. അപ്പോൾ നമ്മളിപ്പോൾ അടുത്തൊരു ചാപ്റ്ററായിട്ട് വന്നിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ആരൊക്കെ ഓൺലൈനിൽ ജസ്റ്റ് ഒന്ന് പറയുക, ആരൊക്കെ ഇവിടെ വന്നിട്ടുള്ളത്? സോ കുറച്ച് പേരൊക്കെ നേരത്തെ തന്നെ ഹായ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ആരൊക്കെയുണ്ട്? എല്ലാവരും ജസ്റ്റ് എല്ലാവരും ഒന്ന് ഹായ് പറയാൻ നോക്കട്ടെ ആരൊക്കെയുള്ളത്. നമ്മളിന്ന് കോംബി റൂമിൽ അടുത്ത ഫിസിക്സിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററായിട്ടാണ് വന്നിട്ടുള്ളത് അല്ലേ. ഇനി നമുക്ക് 2 ചാപ്റ്റേഴ്സ് കൂടെയാണ് ബാക്കിയുള്ളത്. AC ഉണ്ട്, അതുപോലെ തന്നെ റയോപ്റ്റിക്സ് ഉണ്ട്. ഈ വീക്ക് കൊണ്ട് ഞാൻ 2 ചാപ്റ്റേഴ്സ് കൂടെ തീർത്ത് തരാം. സോ നേഹ ഈസ് ഹിയർ ആസ് യൂഷ്വൽ. നേഹ ഹലോ. വേറെ ആരൊക്കെയല്ല, ജസ്റ്റ് ലിങ്ക് ഷെയർ ചെയ്തിട്ടില്ലെങ്കിൽ ലിങ്ക് എല്ലാവരോടും ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ ജസ്റ്റ് അവരോടൊക്കെ ലിങ്ക് ജസ്റ്റ് ഷെയർ ചെയ്യാൻ പറ്റും. സോ ഗോപി ഈസ് ഹിയർ. ഗോപി ഈസ് സെയിങ് ഹായ് ഗോപി. NEET 22 ഈസ് ഹിയർ. അമ്മു ഈസ് ഹിയർ. പൂർണ്ണ ഈസ് ഹിയർ. ഓക്കെ, സോ ആദർശ് രാജു ഈസ് ഹിയർ. പവിത്ര ഈസ് ഹിയർ. ഓക്കെ, സോ കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ട്. തബീത ഈസ് ഹിയർ. ഓക്കെ, സോ നേഹ ഈസ് സെയിങ്. ആതിര ഈസ് ഹിയർ. ഓക്കെ, സോ ഹാപ്പി ടു സീ ഓൾ ഓഫ് യു. ഓക്കെ, അപ്പോൾ നമ്മൾ പുതിയൊരു സെഷൻ, പുതിയൊരു കോംബി ആയിട്ട് വന്നിരിക്കുകയാണ് അല്ലേ. ഇതിന് ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് പറയും ഇതിലാരോട് ക്ലോസ്. ഓക്കെ, സോ നമ്മൾ ചാപ്റ്ററിലേക്ക് കിടക്കുകയാണ് അല്ലേ. സോ മാഗ്നറ്റിസം ആൻഡ് മാറ്റർ റിലേറ്റീവ്ലി പറയുകയാണെങ്കിൽ, ആസ് കോമൺ പറയുകയാണെങ്കിൽ, ഈ ഒരു ചാപ്റ്ററിന് യൂഷ്വലി ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻ കേട്ടോ, അത്ര ചോദിക്കുന്ന ഒരു ചെറിയ ചാപ്റ്ററാണ് കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻ മാക്സിമം ചോദിക്കുന്ന ഒരു ചെറിയ ചാപ്റ്ററാണ് നമ്മുടെ മാഗ്നറ്റിസം എന്ന് പറയുന്നത്. പെട്ടെന്ന് തന്നെ ഞാൻ തീർത്തു തരാം, നിങ്ങൾ കൂടെ ഒന്ന് നിന്നാൽ മതി. ഓക്കെ ആണല്ലോ. സോ ബസ്സിൽ ഇറങ്ങി ഞാൻ +1 ആണ്, കുഴപ്പമില്ല. +1 ആയിട്ടുള്ളവർക്ക് നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് പഠിക്കാൻ പറ്റിയ ചാപ്റ്റർ തന്നെയാണ് മാഗ്നറ്റിസം ആൻഡ് മാറ്റർ, കുഴപ്പമില്ല. സോ ഹൂഎവർ ഇസ് ഹിയർ, വെൽക്കം. ഓക്കെ, സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം അല്ലേ. മാഗ്നറ്റിസം ആൻഡ് മാറ്റർ. മാഗ്നറ്റിസം എന്ന് പറഞ്ഞാൽ മാഗ്നറ്റ് ആണ് അല്ലേ. സോ വാട്ട് ഡു യു മീൻ ബൈ മാഗ്നറ്റ്, അല്ലെങ്കിൽ എന്താണ് മാഗ്നറ്റിസം എന്ന് പറയുന്നത്? എന്താണ് മാഗ്നറ്റിസം? ഇറ്റ്സ് എ പ്രോപ്പർട്ടി, ഒരു പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ട് എന്ത് പറ്റും? ഇറ്റ് ക്യാൻ അട്രാക്ട് എ പീസ് ഓഫ് അയൺ ഓർ സ്റ്റീൽ. നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷ പറയുകയാണെങ്കിൽ ഇരുമ്പ്, സ്റ്റീല്, ഗോൾഡ്, അങ്ങനെയുള്ള മെറ്റൽസിനെയൊക്കെ അട്രാക്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ പ്രോപ്പർട്ടി. ആ ഒരു പ്രോപ്പർട്ടീനെ നമ്മൾ എന്ത് വിളിക്കുക? മാഗ്നറ്റിസം എന്ന് വിളിക്കുക. മനസ്സിലായടാ? സോ എന്താണ് മാഗ്നറ്റിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർട്ടി ഓഫ് ആൻ ഒബ്ജക്ട് വിച്ച് ക്യാൻ അട്രാക്ട് എ പീസ് ഓഫ് അയൺ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ദർ ആർ 2 ടൈപ്പ് ഓഫ് മാഗ്നറ്റ്സ് അല്ലേ. നമ്മുടെ ഭൂമിയിൽ 2 ടൈപ്പ് മാഗ്നറ്റ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ഇസ് എ പെർമനന്റ് മാഗ്നറ്റ്. എന്താണ് ഒന്നാമത്തെ? ഫസ്റ്റ് വൺ ഇസ് എ പെർമനന്റ് മാഗ്നറ്റ് ആൻഡ് സെക്കൻഡ് വൺ ഇസ് എൻ ഇലക്ട്രോ മാഗ്നറ്റ്. ശരിയാണല്ലോ. ഫസ്റ്റ് വൺ ഇസ് എ പെർമനന്റ് മാഗ്നറ്റ് ആൻഡ് സെക്കൻഡ് വൺ ഇസ് എൻ ഇലക്ട്രോ മാഗ്നറ്റ്. എന്താണ് പെർമനന്റ് മാഗ്നറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എപ്പോഴും അതൊരു മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വണ്ടിയുടെ ഉള്ളിലൊക്കെ പൊളിച്ചു പോയി കഴിഞ്ഞാൽ കറുത്ത കളറിൽ ഒരു റിങ് കാണാം അല്ലേ. സോ അത് നമ്മൾ കാന്തം എന്നൊക്കെ വിളിക്കുന്ന മാഗ്നറ്റ് ആണ്. അപ്പോൾ ആ മാഗ്നറ്റിൻ്റെ പ്രത്യേകത എന്താ? നീ എപ്പോഴൊക്കെ വെച്ചാലും അതിന് എന്തുണ്ടാവും? ഒരു മാഗ്നറ്റിക് എബിലിറ്റി ഉണ്ടാവും അല്ലെ, എന്തിനേയും അട്രാക്ട് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കറണ്ട് കിടത്തി വിടുമ്പോൾ മാത്രം ഇലക്ട്രിക് മാഗ്നറ്റിസം കിട്ടുന്നത്. നിങ്ങൾ ഈ വലിയ ക്രെയിനൊക്കെ കണ്ടിട്ടുണ്ടോ? ഈ കണ്ടെയ്നേഴ്സിൽ ഇപ്പോൾ കൊച്ചിൻ ഭാഗത്തൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ നമ്മുടെ ഈ കണ്ടെയ്നേഴ്സൊക്കെ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രെയിൻ ഉണ്ട്. ആ ക്രെയിനിൻ്റെ മുകളിൽ മാഗ്നറ്റ് ആണല്ലോ. ആ മാഗ്നറ്റിൻ്റെ പ്രത്യേകത എന്താ? അത് എപ്പോഴും മാഗ്നറ്റിസം കാണിക്കോ? ഇല്ല. നമ്മൾ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോ, അതായത് ഇൻ പ്രസൻസ് ഓഫ് ഇലക്ട്രിസിറ്റി ഇറ്റ് ആക്ട് ആസ് എ മാഗ്നറ്റ്. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. സോ ദാറ്റ് ഈസ് റിഗാർഡിങ് ഇറ്റ്. അപ്പോൾ നിങ്ങൾക്കറിയാം മാഗ്നറ്റിനെ സംബന്ധിച്ചിടത്തോളം മാഗ്നറ്റ് ഇങ്ങനെ ആയിരിക്കുന്നത് അല്ലേ. മാഗ്നറ്റ് ഇങ്ങനെ ആയിരിക്കുന്നത്. അതിനൊരു നോർത്ത് പോൾ ഉണ്ട്, ഒരു സൗത്ത് പോൾ ഉണ്ട്. ഇതിനെക്കുറിച്ച് ആർക്കും ഡൗട്ട് ഇല്ല. നോർത്ത് പോൾ ഉണ്ട്, സൗത്ത് പോൾ ഉണ്ട് അല്ലേ. നോർത്ത് പോളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് സൗത്ത് പോൾ എൻഡ് ചെയ്യുന്ന ക്ലോസ്ഡ് റിംഗ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ആർക്ക് ചുറ്റുമുണ്ട്? ഇവർക്ക് ചുറ്റുമുണ്ട്. ഓക്കെ ആണല്ലോ. ഇത്രയും കാര്യങ്ങൾ ആർക്കും ഡൗട്ട് ഇല്ലല്ലോ? ഇല്ല അല്ലേ. നമുക്ക് നോർത്ത് ഉണ്ട്, സൗത്ത് ഉണ്ട്. യെസ്, പെർമനന്റ് ഇലക്ട്രോ. ഇതാണ് 2 ടൈപ്പ് മാഗ്നറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. സോ അതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട അടുത്ത ഒരു മേജർ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇപ്പോൾ മാഗ്നറ്റിനെ കുറിച്ച് പഠിച്ചു, മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ച് പഠിച്ചു. നമ്മൾ അടുത്തത് ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന ടോപ്പിക് ഇസ് അബൌട്ട് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ്. എന്താണ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത്? ശ്രദ്ധിച്ചേ, മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം അറിയേണ്ട വാട്ട് ഡു യു മീൻ ബൈ മാഗ്നറ്റിക് ഡൈപോൾ. എന്താണ് മാഗ്നറ്റിക് ഡൈപോൾ എന്ന് പറയുന്നത്? ശ്രദ്ധിച്ചേ, മാഗ്നറ്റിക് ഡൈപോൾ എന്ന് പറയുന്നത് എ പെയർ ഓഫ് മാഗ്നറ്റിക് പോൾസ്. നമുക്കറിയാം 2 പോൾസ് ആണുള്ളത് അല്ലേ. ഒരു നോർത്ത് പോൾ ഉണ്ട്, ഒരു സൗത്ത് പോൾ ഉണ്ട്. അപ്പോൾ ഒരു നോർത്ത് പോളും ഒരു സൗത്ത് പോളും ചെറിയൊരു ഡിസ്റ്റൻസിൽ നീ വെക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള ഒരു നോർത്തും സൗത്തും അടങ്ങിയ ആ കുഞ്ഞിയ സിസ്റ്റത്തിനാണ് നീ എന്ത് വിളിക്കുക? മാഗ്നറ്റിക് ഡൈപോൾ എന്ന് വിളിക്കുക. അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല അല്ലേ. സോ ദാറ്റ് ഈസ് നോൺ ആസ് മാഗ്നറ്റിക് ഡൈപോൾ. സെയിം ആസ് നമുക്ക് ഇലക്ട്രിക് ഡൈപോൾ ഉണ്ടായിരുന്നു. അതെന്തായിരുന്നു? ഒരു പോസിറ്റീവ് ചാർജും ഒരു നെഗറ്റീവ് ചാർജും ചെറിയൊരു ഡിസ്റ്റൻസിൽ വെക്കുന്നതായിരുന്നു ഇലക്ട്രിക് ഡൈപോൾ. മാഗ്നറ്റിക് ഡൈപോൾ ആവട്ടെ ഒരു നോർത്തും ഒരു സൗത്തും ചെറിയ ഡിസ്റ്റൻസിൽ വെക്കുന്നതാണ്. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ അങ്ങനെ വരുമ്പോൾ അത് കിട്ടി. എന്താണ് മാഗ്നറ്റിക് ഡൈപോളിന് കിട്ടി? നമുക്കറിയേണ്ട വാട്ട് ഈസ് മാഗ്നറ്റിക് മൊമെന്റ്. എന്താണ് മാഗ്നറ്റിക് മൊമെന്റ്? മാഗ്നറ്റിക് മൊമെന്റ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്
ക്യാപിറ്റൽ ലെറ്റർ എം വെച്ചിട്ടാണ്. കിട്ടിയോടാ? മാഗ്നറ്റിക് മൊമെന്റ് റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ എം വെച്ചിട്ടാണ്. എന്താ നമ്മൾ പറയുന്നത്? ഇപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നമുക്കിപ്പോൾ ഇലക്ട്രിസിറ്റി ആണെങ്കിൽ നമ്മൾ ചാർജ് പറയും, 1 കുളം ചാർജ്, 2 കുളം ചാർജ്. പക്ഷേ ഇവിടെ നമ്മൾ എങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പോൾ സ്ട്രെങ്ത് എന്ന് പറയും. എത്ര പോൾ സ്ട്രെങ്ത് ഉണ്ട്? അതായത് ഇപ്പോൾ ഇവിടെ നോർത്ത്, ഇത് സൗത്ത് ആണെങ്കിൽ നോർത്തിന് എത്ര പോൾ സ്ട്രെങ്ത് ഉണ്ട്, സൗത്തിന് എത്ര പോൾ സ്ട്രെങ്ത് ഉണ്ട്. അപ്പോൾ അവിടെ ചാർജ് എങ്ങനെയായിരുന്നോ ഇവിടെ അതുപോലെ തന്നെയാണ് പോൾ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അവിടെ എങ്ങനെയാണോ ചാർജ് അതേപോലെയാണ് ഇവിടെ പോൾ സ്ട്രെങ്ത്. ഓക്കെ ആണല്ലോ? അപ്പോൾ എന്താണ് മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറയുന്നത്? മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പോൾ സ്ട്രെങ്ത് ഇൻറ്റു ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ 2 പോൾസ്. മനസ്സിലായോടാ? ഏതെങ്കിലും ഒരു പോൾ സ്ട്രെങ്ത് ഇൻറ്റു ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ 2 പോൾസ്. സോ ദാറ്റ് ഇസ് എം ഇൻറ്റു എൽ. അഥവാ മാഗ്നറ്റിക് മൊമെന്റ് ഇസ് ഈക്വൽ ടു എം L. മനസ്സിലായോ? സോ ദാറ്റ് ഈസ് ദി ഇക്വേഷൻ ഫോർ മാഗ്നറ്റിക് മൊമെന്റ്. മാഗ്നറ്റിക് മൊമെന്റ് M ഇസ് ഈക്വൽ ടു എം എൽ. മനസ്സിലായോടാ? ആൻഡ് പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന ഒരു കൺസെപ്റ്റാണ് വാട്ട് ഡു മീൻ ബൈ മാഗ്നറ്റിക് ആക്സിസ്. എന്താണ് മാഗ്നറ്റിക് ആക്സിസ് എന്ന് പറഞ്ഞാൽ? ശ്രദ്ധിച്ചേ, മാഗ്നറ്റിക് ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ആക്ച്വലി എ സ്ട്രെയിറ്റ് ലൈൻ. എന്താണ് അത്? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് വിച്ച് പാസസ് ത്രൂ നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോൾ. നോർത്ത് പോളിലൂടെയും സൗത്ത് പോളിലൂടെയും ഒരേപോലെ പോകുന്ന ഒരു ലൈൻ നീ വരയ്ക്കുകയാണെങ്കിൽ ആ ലൈനെ നീ വിളിക്കുന്ന പേരാണ് എന്ത്? മാഗ്നറ്റിക് ആക്സിസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഫൈൻ. സോ ദാറ്റ് ഈസ് റിഗാർഡിംഗ് ദി മാഗ്നറ്റിക് മൊമെന്റ്. മാഗ്നറ്റിക് മൊമെന്റ് എന്താണെന്ന് മനസ്സിലായോ? പറഞ്ഞു, എം ഇസ് ഈക്വൽ ടു എം എൽ. ഓക്കെ ആണല്ലോ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ എഴുതുന്ന ഇക്വേഷൻസ് എല്ലാം എന്ത് ചെയ്യുക? നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക. അല്ലാതെ നമ്മൾ എടുക്കുന്ന ടോപ്പിക്ക് ടൈപ്പ് ചെയ്യുക. കാരണം നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഇക്വേഷൻസ് വരും. ഇക്വേഷൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ കൂടെ ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ ഇപ്പം നമുക്ക് നിങ്ങൾ പഠിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി എന്ത് ചെയ്യുക? പഠിച്ച ഇക്വേഷൻസ് ടോപ്പിക്സ് ഒക്കെ ജസ്റ്റ് ഇങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് അപ്പോൾ എനിക്ക് മനസ്സിലാവും നിങ്ങൾ കേൾക്കുന്നുണ്ട് എന്നുള്ള കാര്യം. ഓക്കെ ആണല്ലോ? ഫൈൻ. അടുത്ത നമുക്ക് അറിയേണ്ടത് എന്താണ്? മാഗ്നറ്റിക് മൊമെന്റ് ഓഫ് ലൂപ്പ് ആണ്. കാരണം ഞാൻ പറഞ്ഞു നമുക്ക് പെർമനന്റ് മാഗ്നറ്റ് ആയിട്ടുള്ളവരുണ്ട്, പ്ലസ് ഇവരുണ്ട്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഇത് നിങ്ങൾ ഓൾറെഡി 11th ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഒക്കെ എടുത്ത് പഠിച്ച കാര്യമാണ്. ഒരു ലൂപ്പിലൂടെ നിങ്ങൾ കറണ്ട് പാസ് ചെയ്യുകയാണെങ്കിൽ അതിൽ നോർത്ത് പോളും സൗത്ത് പോളും ഡെവലപ്പ് ചെയ്യും. അതായത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇതിങ്ങനെയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇഫ് ദിസ് ഇസ് ഇറ്റ്. ഓക്കെ, ഇത് ക്ലോക്ക് വൈസ് ആണ് പോകുന്നതെന്ന് വിചാരിക്കുക. എന്താണ്? ക്ലോക്ക് വൈസ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൽ സൗത്ത് പോലെ ഡെവലപ്പ് ചെയ്യുക. എങ്ങനെ നിങ്ങൾക്ക് വിചാരിക്കുക? എസ് ഇതിങ്ങനെ എഴുതിക്കൂടെ? SC ഡയറക്ഷനിലല്ലേ ഉള്ളത്? ശ്രദ്ധിച്ച്, SC ഡയറക്ഷനിലുള്ളത്. അതെ. അപ്പോൾ ക്ലോക്ക് വൈസ് കറണ്ട് ആണ് ഒരു ലൂപ്പിലൂടെ ഫ്ലോ ചെയ്യുന്നതെങ്കിൽ നിനക്ക് സൗത്ത് പോൾ കിട്ടും. അതുപോലെ തന്നെ ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ നോർത്ത് പോൾ കിട്ടും. ശരിയാണല്ലോ? ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ നോർത്ത് പോൾ കിട്ടും. ഓക്കെ ആണല്ലോ? സോ അതിപ്പോൾ നിങ്ങൾ പഠിച്ചു അല്ലേ? എന്താ നമ്മൾ പഠിച്ചത്? ക്ലോക്ക് വൈസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സൗത്ത് പോൾ കിട്ടും, ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ നമുക്ക് നോർത്ത് പോൾ കിട്ടും. ഓക്കെ ആണല്ലോ? ഫൈൻ. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു കറണ്ട് I ഫ്ലോ ചെയ്യാണ്. നമുക്ക് മറ്റേ പ്രത്യേകിച്ച് ഇതിൽ പോൾ സ്ട്രെങ്ത് ഒന്നുമില്ല. കാരണം എന്താ? ഇത് നമ്മുടെ പെർമനന്റ് മാഗ്നറ്റ് അല്ല. നമുക്ക് ആകെയുള്ളത് ഒരു ലൂപ്പ് ഉണ്ട് അല്ലേ? ഒരു ലൂപ്പ് ഉണ്ട്, അതിൻ്റെ ഏരിയ A ആണെന്ന് എടുക്കാം. ഓക്കെ, അതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് I ആണെന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ M തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ദ മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറയുന്നത് എത്രയാണ്? IA ആണ്, വിച്ച് ഇസ് ദ പ്രൊഡക്റ്റ് ഓഫ് current into the area. Okay ആണല്ലോ? So M is equal to IA. കൂടെ പറഞ്ഞേ M is equal to IA, where I is the current and A is the area. Okay ആണോ? Where I is the current and A is the area. Okay ആണല്ലോ? So M is equal to IA. Suppose ചിലപ്പോൾ ഞാനിപ്പോൾ ഒരു തവണ എടുത്തു. ഇനി നേരെ മറിച്ച് നമ്മൾ സ്പ്രിങ് ചുറ്റുന്നവർ നമ്മൾ ഇങ്ങനെ ചുറ്റുക വിചാരിക്കുക. ഒരു 10ഉം 15ഉം തവണ നമ്മൾ ചുറ്റിയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്ത് പറ്റും? M will be is equal to NIA. M is equal to NIA എന്നുള്ള രീതിയിലായിരിക്കും ആയിരിക്കുക. ഓക്കെ ആണല്ലോ? മനസ്സിലായല്ലോ? ഗ്രേറ്റ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് കുറച്ച് പേര് ചോദിക്കുന്ന കാര്യമാണ് വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് മൊമെന്റ്. ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള ഈ മാഗ്നറ്റിക് മൊമെന്റ് ആരൊക്കെ പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഇപ്പം നേരത്തെ പറയാണ്. ഇപ്പം നമ്മൾ ഈ ഒരു ബാർ മാഗ്നറ്റിന്റെ കേസ് എടുക്കാം. ശ്രദ്ധിച്ചേ, ഈ ബാർ മാഗ്നറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് M. ഡയറക്ഷൻ ഓഫ് M എന്ന് പറയുന്നത് വിൽ ബി ദ ഡയറക്ഷൻ ഓഫ് L. കാരണം ഇതിലെ വെക്ടർ ക്വാണ്ടിറ്റി ഏതാണോ അതിൻ്റെ അതേ ഡയറക്ഷൻ, അതായത് എല്ലിൻ്റെ അതേ ഡയറക്ഷനിലായിരിക്കും M ഉണ്ടാവുക. സോ നിനക്ക് നോർത്ത് നിന്ന് സൗത്തിലേക്കാണ് നമ്മൾ മെഷർ ചെയ്യുക. സോ ഈ ഡയറക്ഷൻ ആയിരിക്കും. ഓക്കെ ആണല്ലോ? ഫൈൻ. സോറി, സൗത്ത് നോർത്തിക്കല്ല, നോർത്ത് സൗത്തിക്കല്ല വരിക. ദിസ് വിൽ ബി ഫ്രം സൗത്ത് ടു നോർത്ത് കേട്ടോ. അത് നിങ്ങൾ ഓർത്തിരിക്കണേ. ഇറ്റ് വിൽ ബി ഫ്രം സൗത്ത് ടു നോർത്ത്. ഓക്കെ ആണല്ലോ? അതൊന്ന് ഓർത്തിരിക്കുക. ഇനി ഇവിടെ എങ്ങനെയാണ് മനസ്സിലാക്കുക? ഇവിടെ മാഗ്നറ്റിക് മൊമെന്റ് ഡയറക്ഷൻ എന്താണ്? നമുക്ക് ടെക്സ്റ്റിൽ നമുക്ക് പറയുന്ന കാര്യം ദ മാഗ്നറ്റിക് മൊമെന്റ് വിൽ ബി പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ കണ്ടെയ്നിങ് ദ സർക്കുലർ ലൂപ്പ്. സപ്പോസ് ഇത് നിങ്ങളുടെ പ്ലെയിൻ ആണ്, ഇവിടെ നിങ്ങൾ സർക്കുലർ ലൂപ്പ് വെച്ചിരിക്കുകയാണെന്ന് വിചാരിക്കുക. ഇതിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അതായത് ഇങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ ഇതിന് പെർപെൻഡിക്കുലർ ആയിരിക്കും എന്തുണ്ടാവുക? നിങ്ങളുടെ മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ക്വസ്റ്റ്യൻ വന്നു, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഒന്നുകിൽ ഇത്
താഴെ നിന്ന് മുകളിലേക്കാവാം, ഇല്ലെങ്കിൽ മുകളിൽ നിന്ന് താഴേക്കാവാം. രണ്ട് പോസിബിലിറ്റിയാണ് ഉള്ളത്. ഒന്നെങ്കിൽ താഴെ നിന്ന് മുകളിലേക്ക് പോകാം, ഇല്ലെങ്കിൽ മുകളിൽ നിന്ന് താഴേക്ക് പോകാം. അപ്പം നമുക്ക് അറിയേണ്ടത് താഴെ നിന്ന് മുകളിലേക്കാണോ അതോ മുകളിൽ നിന്ന് താഴേക്കാണോ. ശ്രദ്ധിക്കും, സപ്പോസ് ദിസ് ഇസ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അല്ലേ. അപ്പോൾ നിങ്ങൾ പ്ലെയിൻ ഇരിക്കുകയാണ് ഇങ്ങനെ ക്ലോക്ക് വൈസ്, ഇങ്ങനെ ക്ലോക്ക് വൈസ് ആണെങ്കിൽ ക്ലോക്ക് വൈസ് ആക്കി അതിൻ്റെ തമ്പ് എങ്ങോട്ടാണോ പോയിന്റ് ചെയ്യുന്നത് അതായിരിക്കും ഡയറക്ഷൻ. അപ്പോൾ ക്ലോക്ക് വൈസ് ആണ് ഡയറക്ഷൻ എങ്കിൽ, ക്ലോക്ക് വൈസ് ആണ് ഡയറക്ഷൻ എങ്കിൽ ഇത് ഉള്ളിലേക്കായിരിക്കും. ഉള്ളിലേക്ക് കാണിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ക്രോസ് ഇടും. അറിയാലോ, പുറത്തേക്ക് വരാൻ കാണുന്ന ഡോട്ട് ഇടും. അതെങ്ങനെ നിങ്ങൾ ഓർത്തിരിക്കുക, നിങ്ങളുടെ അമ്പും വില്ല് ഉണ്ടല്ലോ, അമ്പും വില്ല് നിങ്ങൾ പോകുന്ന അമ്പും വില്ല് നോക്കുകയാണെങ്കിൽ ബാക്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണാം അല്ലെ, ഇങ്ങനെയല്ല അമ്പും വില്ല് ഉണ്ടാവുക. അല്ല നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതാണെങ്കിൽ ആ മുന മാത്രമേ കാണുള്ളൂ. ഇത് നേരെ മറിച്ച് ഇത് ആന്റി ക്ലോക്ക് വൈസ് ആണെന്ന് വിചാരിക്കാം. ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ ശ്രദ്ധിച്ചാൽ ഇത് പ്ലെയിൻ ആന്റി ക്ലോക്ക് വൈസ് അല്ലേ, ആന്റി ക്ലോക്ക് വൈസ്. അപ്പോൾ മുകളിലേക്ക്. സോ ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ അത് മുകളിലേക്കായിരിക്കും. ഓക്കെ ആണല്ലോ. സോ മാഗ്നെറ്റിക് ഡൈപോൾ മൊമെന്റ് വിൽ ബി perpendicular to the plane containing it, and it will be inwards if it is clockwise, and it will be outwards if it is anti-clockwise. മനസ്സിലായോടാ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ നിങ്ങൾക്ക്? എന്താണ് മാഗ്നറ്റിക് മൊമെന്റ്, അതുപോലെ മാഗ്നറ്റിക് മൊമെന്റ് ഓഫ് ലൂപ്പ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇതിപ്പോൾ നിങ്ങൾക്ക് ഒന്നും അറിയാണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ പോലും നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലാത്തവർക്കാണെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ ഇറങ്ങി പോകാൻ തോന്നുന്നുണ്ടെങ്കിൽ 1.5 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് ഈ ചാപ്റ്റർ മൊത്തം പഠിക്കാം. നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ 1.5 മണിക്കൂർ വായിക്കും. നിങ്ങൾ എൻ്റെ കൂടെ ഇരുന്ന് നമുക്ക് ഒപ്പം പഠിക്കാമല്ലോ. നിങ്ങൾക്ക് നിങ്ങൾ എഴുതിയ നോട്ട് എടുത്ത് വെച്ചോ, എന്നിട്ട് എൻ്റെ ഒപ്പം ഇരുന്ന് വായിച്ചോ. നിങ്ങളുടെ എക്സിറ്റ് അടിച്ച് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിക്കോട്ടെ. എല്ലാ തരത്തിലുള്ള കുട്ടികളും നമ്മുടെ അടുത്തുണ്ട് അല്ലേ. ആദ്യമായിട്ട് പഠിക്കുന്നവരുണ്ടാവാം, 5-6 തവണ റിപ്പീറ്റ് ചെയ്ത് വീണ്ടും റിവിഷൻ ചെയ്യുന്നവരുണ്ടാവാം, ഒരു തവണ എന്തൊക്കെയോ മനസ്സിലാക്കി വന്നവരുണ്ടാവാം. അപ്പോൾ ഇവർക്കൊക്കെ ഒരേപോലെ നമ്മൾ പറഞ്ഞു കൊടുക്കണം, ശരിയല്ലേ? അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുറച്ചൊന്ന് സ്ലോ ആക്കി കാര്യങ്ങൾ പറയുന്നത് കേട്ടോ. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ ആ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ. ഒപ്പം തന്നെ ഇതിനോട് ചേർത്ത് നിങ്ങൾ പഠിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ദർ ഇസ് ആക്ച്വലി എ കുളംസ് ലോ. ഇവിടെയും ഈ കുളംസ് ലോ ഉണ്ട് കേട്ടോ. ഇവിടെയും ഒരു കുളംസ് ലോ ഉണ്ട്. ഹോപ്പ്ഫുള്ളി ഗ്രാവിറ്റി നിങ്ങൾക്ക് എടുത്ത ഞാനാണ്. അതിനകത്താണ് ഞാൻ ആദ്യമായിട്ട് ന്യൂട്ടൺസ് ലോ പറഞ്ഞത്. അത് കോപ്പി അടിച്ചിട്ടാണ് കുളംബ് എന്തുണ്ട് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഉണ്ടാക്കിയത്. അതിൻ്റെ ഒരു ഇൻസ്പിറേഷനാണ് മാഗ്നറ്റിസം. ഈ 3 എണ്ണം ഞാൻ തന്നെ നിങ്ങൾക്ക് എടുക്കുന്നത്. ഓക്കെ. സോ എന്താണ് പറയുന്നത്? എഫ് ഇസ് പ്രൊപ്പോർഷണൽ ടു m1 into m2. ഓക്കെ ആണല്ലോ, m1 into m2. ഇവിടെ m is not the mass, m is the pole strength. ഓക്കെ ആണല്ലോ, where m is the pole strength, and f is inversely proportional to r square. Combining, f is equal to k m1 m2 by r square, where k is equal to mu 0 by 4 pi, where k is equal to mu 0 by 4 pi. മനസ്സിലായോടാ? മനസ്സിലായോ? സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ബേസിക്സ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ ആണോ? മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? ജസ്റ്റ് ഒന്ന് പറഞ്ഞേ. എല്ലാവർക്കും മനസ്സിലായോ? ജസ്റ്റ് പറഞ്ഞേ നോക്കട്ടെ. കാണുന്നവരെല്ലാവരും മനസ്സിലായോ? ജസ്റ്റ് ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ. സോ നമ്മൾ ഇനി അടുത്ത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് മാഗ്നറ്റിക് ഡൈപോൾ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡാണ്. ഓക്കെ. സോ മാഗ്നറ്റിക് ഡൈപോൾ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ഒരു ഡൈപോൾ അങ്ങ് വരച്ചേക്കാം. ഓക്കെ. സോ ദിസ് ഇസ് എ ഡൈപോൾ. ഇത് നോർത്ത് പോളാണ്, ഇത് സൗത്ത് പോളാണ്. ഓക്കെ ആണല്ലോ. സോ ഈ ഒരു ആക്സിസിൽ നിൽക്കുകയാണ്. ഈ ഡയറക്ഷനിൽ എന്ത് ചെയ്യണം? നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എങ്ങനെയാണോ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിച്ചത്, ഇവിടെ ഇങ്ങനൊരു ഫോഴ്സ് ഉണ്ടാവും, ഇങ്ങനൊരു ഫോഴ്സ് ഉണ്ടാവും. ഈ രണ്ട് ഫോഴ്സും പരസ്പരം ഈക്വൽ ആയിരിക്കും. ഇവർ ക്യാൻസൽ ചെയ്യും. അതുകൊണ്ട് നെറ്റായിട്ട് ഒരു ടോർക്ക് ആക്ട് ചെയ്യും. ശരിയാണല്ലോ. ഇങ്ങനെ ഒരു തിരിക്കുകയാണ്, ഇവിടെ ഒന്ന് തട്ടി, ഇവിടെ ഒന്ന് തട്ടി. അപ്പോൾ ഇറ്റ് വിൽ ബി സ്റ്റാർട്ടിങ് ടു റൊട്ടേറ്റ്. ഓക്കെ ആണല്ലോ. അപ്പോൾ അവർ റൊട്ടേറ്റ് ചെയ്യും. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ വാട്ട് ഹാപ്പൻസ് ഇത് കറങ്ങാൻ തുടങ്ങും. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ അങ്ങനെയാണെങ്കിൽ 2 കേസ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം, ഒരു ബാർ മാഗ്നറ്റ് നിങ്ങൾ കീപ്പ് ചെയ്യാണ്. എന്താണ് കീപ്പ് ചെയ്യുന്നത്? ഒരു ബാർ മാഗ്നറ്റ് നിങ്ങൾ കീപ്പ് ചെയ്യാണ്. ബാർ മാഗ്നറ്റ് കീപ്പ് ചെയ്യുകയാണെങ്കിൽ അതിലുണ്ടാകുന്ന ടോ എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അതിൽ ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഇനി വാട്ട് ഈസ് ദ ഫോഴ്സ് ആക്ടിങ്? ഞാൻ പറഞ്ഞു ഇലക്ട്രിക് ചാർജിലാണെങ്കിൽ QE ആണ്, വേർ Q ഇസ് ദി ചാർജ്. ഇവിടെ Qന് സമാനം ആരാണ്? പോൾ സ്ട്രെങ്ത് M ആണ്. അവിടെ ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഇവിടെ ആരാണ്? മാഗ്നറ്റിക് ഫീൽഡാണ്. സോ F ഇസ് ഈക്വൽ ടു MB ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. സോ ഇതാണ് നമ്മുടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഓക്കെ ആണല്ലോ. ഇതാണ് നിങ്ങളുടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വിൽ ബി ബേസിക്കലി ഈസ് ഈക്വൽ ടു L
സൈൻ തീറ്റ. നിങ്ങൾക്ക് അറിയാലോ. സോ എന്താണ് ഇത്, നിങ്ങൾക്ക് ഈ ഡിസ്റ്റൻസ് ആണ് കാണേണ്ടത് അല്ലേ. അപ്പോൾ ഇവിടെ സൈൻ തീറ്റ ഇടുകയാണെങ്കിൽ ഇത് ബൈ ഇതാണ് കിട്ടുക. ഓക്കെ ആണല്ലോ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എം ബി ഇൻറ്റു എൽ സൈൻ തീറ്റ. ഓക്കെ ആണല്ലോ. അതിന് നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? വെക്റ്റർ ഫോമിൽ എം ക്രോസ് ബി എന്ന് എഴുതിക്കൂടെ? യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് എം ക്രോസ് ബി. ഓക്കെ ആണല്ലോ. സോ ടോ ഇസ് ഈക്വൽ ടു എം ക്രോസ് ബി. മനസ്സിലായോടാ? അത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഗ്രേറ്റ്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട രണ്ട് കേസ് ഉണ്ട്. എപ്പോഴാണ് ടോ മാക്സിമം, അതുപോലെ എപ്പോഴാണ് ടോ മിനിമം. ഓക്കെ ആണല്ലോ. ശ്രദ്ധിച്ചേ, ഈ ഒരു ടോർക്ക് മാക്സിമം ആണെങ്കിൽ സൈൻ തീറ്റ 1 ആയാൽ മതി. സൈൻ തീറ്റ 1 ആവുന്നത് 90 ഡിഗ്രിയിലാണ്. സൈൻ തീറ്റ മിനിമം അല്ലെങ്കിൽ 0 ആവുന്നത് 0 ഡിഗ്രിയിലാണ്. സോ 90 ആവുമ്പോൾ ടോ ഈസ് ഈക്വൽ ടു മാക്സിമം എം ബി ഇൻറ്റു 1 ആവും അല്ലേ. സൈൻ തീറ്റ 1 കൊടുത്തു. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ടോ ബി. മിനിമം ആണെങ്കിൽ 0 ആയിരിക്കും. ഓക്കെ ആണല്ലോ. മനസ്സിലായല്ലോ. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. സർ മെറ്റലർജി പി ബ്ലോക്ക് കോംബി സെക്ഷൻ ഉണ്ടാവുമോ? വേഗം അപ്ലോഡ് ചെയ്യും. ആ ഉടനെ തന്നെ ഉണ്ടാവും കേട്ടോ. മിക്കവാറും കെമിസ്ട്രി ഫാക്കൾട്ടീസ് എടുക്കുന്നുണ്ടാവും. അല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ഫിസിക്സ് കഴിഞ്ഞാൽ നമുക്ക് ആ 2 ചാപ്റ്റേഴ്സ് കൂടെ എടുക്കാം കേട്ടോ. പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. ഇനി അതുപോലെ തന്നെ കോയിലിൻ്റെ ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. നമ്മുടെ കോയിലിന് ജസ്റ്റ് ഇക്വേഷൻ മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി. ഇക്വേഷൻ ടോ ഇസ് ഈക്വൽ ടു എൻ ഐ ഇൻറ്റു എ ക്രോസ് ബി. നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ എഴുതി വെക്കുക കേട്ടോ. ഓരോ ഇക്വേഷൻ നിങ്ങൾ എഴുതി വെക്കുക. ഇൻ കേസ് ഓഫ് കോയിൽ നമ്മൾ ആദ്യം പഠിച്ചത് ഇൻ കേസ് ഓഫ് ബാർ മാഗ്നറ്റ് ആയിരുന്നു അല്ലേ. ഇവിടെ ഇൻ കേസ് ഓഫ് കോയിൽ. ഇൻ കേസ് ഓഫ് കോയിൽ എന്താണ്? ടോ ഇസ് ഈക്വൽ ടു എൻ ഐ ഇൻറ്റു എ ക്രോസ് ബി. ഓക്കെ ആണല്ലോ. നിങ്ങൾ പഠിക്കുക. ഇതിൽ തീറ്റ ഈക്വൽ ടു 0 ഡിഗ്രിയിൽ എന്തായിരിക്കും? 90 ഡിഗ്രി എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. 90 ഡിഗ്രിയിൽ മാക്സിമം ആയിരിക്കും. 0 ഡിഗ്രിയിൽ മിനിമം ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ. ഗ്രേറ്റ്. ഫൈൻ. ഓക്കെ. സോ അത്രയും പഠിച്ചു. നൗ വി ആർ മൂവിങ് ടു അനദർ എൻറ്റിറ്റി വിച്ച് ഇസ് നോൺ ആസ് മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ. എന്താണ് മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ എന്ന് പറഞ്ഞാൽ? ശ്രദ്ധിച്ചേ, മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു എന്താണ് സർക്കുലർ ലൂപ്പ് കണ്ടെയ്നിങ് മെറ്റൽ നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുകയാണെന്ന് വിചാരിക്കാം. അതിലൂടെ നീ കറണ്ട് പാസ് ചെയ്യുകയാണെങ്കിൽ ചെറിയൊരു ഡിഫ്ലക്ഷൻ ഉണ്ടാകും. ശരിയാണോ? അതെ. അതായത് ഇപ്പം നീ ഒരു ലൂപ്പ് വെച്ചു, 2 സൈഡും മാഗ്നറ്റ് കൊടുക്കണം. ഞാൻ ഏറ്റവും ഒരു സിമ്പിളാണ് പറയുന്നത്. എന്നിട്ട് വയറിങ്ങനെ ലൂപ്പ് ചെയ്തു നോർത്ത് സൗത്ത്. എന്നിട്ട് ഇവിടെ നീഡിൽ വെക്കുകയാണെന്ന് വിചാരിക്കാം. നീ എന്നിട്ട് എന്ത് ചെയ്തു? ഇതിനകത്ത് എന്ത് ചെയ്യാണ്? കറണ്ട് അങ്ങ് അപ്ലൈ ചെയ്യാണ്. ഈ ഒരു ബാറ്ററി കണക്ട് ചെയ്ത് കറണ്ട് അങ്ങ് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിലൂടെ കറണ്ട് ഡെവലപ്പ് ചെയ്യും. അപ്പം തന്നെ എന്ത് പറ്റും? നോർത്ത് സൗത്ത് വന്നു, മാഗ്നറ്റിക് ഫീൽഡ് വന്നു, കറണ്ട് വന്നു. അപ്പം എന്ത് പറ്റി? ഫീൽഡ് അപ്ലൈ ആയി. അപ്പം എന്ത് പറ്റും? അങ്ങനെ ഫീൽഡ് അപ്ലൈ ആയി എന്ത് പറ്റും? ഈ നീഡിൽ, അതായത് ഈ കോയിൽ അങ്ങ് തിരിയും ഡ്യൂ ടു ടോർക്ക് അല്ലേ. അപ്പം എന്ത് പറ്റും? ഈ നീഡിൽ ചെറുതായിട്ട് ഇങ്ങോട്ട് പോകും. അപ്പോൾ എന്ത് നമുക്ക് മനസ്സിലായി? ഇൻ പ്രസൻസ് ഓഫ് കറണ്ട് വാട്ട് ഹാപ്പൻസ്? ദ നീഡിൽ വിൽ ഡിഫ്ലക്ട്. അങ്ങനെ നീഡിൽ ഡിഫ്ലക്ട് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ എന്ന് വിളിക്കുന്നത്. അമ്മു ചോദിക്കുന്നുണ്ട്, സാർ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. ഞാൻ എന്താ വെച്ചാൽ ഒരു സെറ്റ്, അതായത് ഒരു പെർട്ടിക്കുലർ ടോപ്പിക്ക് കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ ടോപ്പിക്സ് ബേസ്ഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. തിയറി മാത്രം പഠിപ്പിച്ചു പോകാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. ക്വസ്റ്റ്യൻസ് ആണ് എനിക്കും ചെയ്യാൻ ഇഷ്ടം. അപ്പം നമുക്ക് മേ ബി ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് സെറ്റ് ക്വസ്റ്റ്യൻസിലെത്തും കേട്ടോ. ഓക്കെ. സോ അതാണ് മൂവിങ് കോയിൽ ഗാൽവനോമീറ്ററിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. സോ ഒന്നുകൂടെ വൃത്തിക്ക് കാണിച്ചു തരാം. ഇവനാണ് നമ്മുടെ മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ. ഓക്കെ ആണല്ലോ. ദിസ് ഇസ് അവർ മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ. സോ മൂവിങ് കോയിൽ ഗാൽവനോമീറ്ററിൻ്റെ ടോർക്ക് എന്ന് പറയുന്നത് മറ്റേ കോയിൽ പോലെ തന്നെയാണ്. ദാറ്റ് ഈസ് എൻ ഐ ഇൻറ്റു എ ക്രോസ് ബി. ഓക്കെ ആണല്ലോ. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതെന്ത് ചെയ്യും? ഈ ഒരു ടോർക്ക് കാരണം ഈ നീഡിൽ ഇങ്ങോട്ട് നീങ്ങും. ഇങ്ങനെ നീങ്ങുന്ന സമയത്ത് ഇവിടെ ഒരു സ്പ്രിങ് കൊടുത്തിട്ടുണ്ടോ? ഈ സ്പ്രിങ് എന്ത് ചെയ്യും? ഇതിനെ പിടിച്ച്, നമുക്കറിയാം സ്പ്രിങ് ഇങ്ങനെ വലിക്കുകയാണെങ്കിൽ തിരിച്ചങ്ങ് വിട്ടെങ്കിൽ സ്പ്രിങ് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരും. അപ്പോൾ അതിനകത്തൊരു റീസ്റ്റോറിങ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നില്ലേ? ആ സ്പ്രിങ് തിരിക്കുന്ന സമയത്ത് ആ സ്പ്രിങ്ങിലൊരു ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അത് കാരണം തിരിച്ചു വരും. ഓക്കെ ആണല്ലോ. സോ വാട്ട് ഇസ് എ റീസ്റ്റോറിങ് ടോർക്ക്? സോ ദ റീസ്റ്റോറിങ് ടോർക്ക് ഇസ് ഈക്വൽ ടു സി തീറ്റ. ഓക്കെ ആണല്ലോ. സി തീറ്റ എന്നാണ് പറയുന്നത്. വേർ സി ഇസ് എ കോൺസ്റ്റന്റ് ആൻഡ് തീറ്റ എന്ന് പറയുന്നത് എത്ര നീഡിൽ ചെരിഞ്ഞു അതുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ശ്രദ്ധിച്ചേ, ഇത് എത്ര തിരിയും? ശ്രദ്ധിച്ചേ, ഇതിങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇത് തിരിഞ്ഞുകൊണ്ടിരുന്ന് എപ്പോഴാണോ ഇത് അതായത് നമ്മുടെ നീഡിൽ തിരിയുമ്പോൾ ഒരു ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ആ ഫോഴ്സിനോട് എപ്പോഴാണോ നമ്മുടെ സ്പ്രിങ്ങിൻ്റെ ഫോഴ്സ് ഈക്വൽ ആവുന്നത്, അതായത് എൻ ഐ എ ബി എപ്പോഴാണോ നമ്മുടെ സ്പ്രിംഗ് ഫോഴ്സ് ആയിട്ടുള്ള സി തീറ്റയോട് ഈക്വൽ ആവുന്നത്, ആ സമയത്ത് അതിൻ്റെ കറക്കം നിൽക്കും. ഓക്കെ ആണല്ലോ. അഥവാ നമുക്ക് എന്ത് പറയാം? എത്ര കറണ്ട് ഉണ്ട് നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം? ദാറ്റ് വിൽ ബി സി തീറ്റ ബൈ എൻ എ. ഇത് ശ്രദ്ധിച്ചാൽ ഇത് ആക്ച്വലി എളുപ്പമാണ്. കാരണം എൻ ബി എ, കാരണം സി ഒരു കോൺസ്റ്റന്റ് ആണ് നമുക്കറിയാം.
തീറ്റ നമുക്ക് മെഷർ ചെയ്യാം, അല്ലെ എത്ര ആംഗിൾ നീങ്ങി എന്നുള്ളത്. n നമ്പർ ഓഫ് ടേൺസ് ആണ് നമുക്ക് ഉണ്ടാക്കിയ മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്ററിൽ കൊടുത്തിട്ടുണ്ടാവും. എ ഏരിയയാണ് നമുക്കറിയാം, ബി മാഗ്നറ്റിക് ഫീൽഡ് ആണ്. സോ നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. സോ ജസ്റ്റ് ആ ഡിഫ്ലക്ഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എത്ര കറണ്ട് അതിലുണ്ട് എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ ആണല്ലോ, മനസ്സിലായല്ലോ, ഗ്രേറ്റ്. സോ ദാറ്റ് ഈസ് റിഗാർഡിങ് ഇറ്റ്. ഇനി നിങ്ങൾ അറിയേണ്ട ഒരു അടുത്തൊരു കൺസെപ്റ്റാണ് വാട്ട് ഡു യു മീൻ ബൈ കറണ്ട് സെൻസിറ്റിവിറ്റി. എന്താണ് കറണ്ട് സെൻസിറ്റിവിറ്റി? നമ്മൾ പറയുന്ന പോലെ തന്നെ കറണ്ട് സെൻസിറ്റിവിറ്റി പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കറണ്ട് കൊടുക്കുമ്പോഴാണ് ഈ നീഡിൽ നീങ്ങുന്നത്, ശരിയാണോ? കറണ്ട് കൊടുക്കുമ്പോഴാണ് നീഡിൽ നീങ്ങുന്നത്. ഒരു യൂണിറ്റ് കറണ്ട്, ഫോർ എക്സാമ്പിൾ ഒരു കുളം, ഒരു ആംപിയർ കറണ്ട് കൊടുക്കുകയാണ്, അപ്പം എത്ര നീങ്ങും? അതായത് കറണ്ട് സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നീങ്ങും എന്ന് പറഞ്ഞാൽ ആംഗിൾ ആണ്, അല്ലേ? സോ തീറ്റ ബൈ ഐ, യൂണിറ്റ് ചാർജ് കൊടുത്താൽ എത്ര ആംഗിൾ നീങ്ങും, അതിനാണ് കറണ്ട് സെൻസിറ്റിവിറ്റി എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് തീറ്റ ബൈ ഐ വിച്ച് ഇസ് റേഡിയൻ പെർ ആംപിയർ എന്നൊക്കെ നമ്മൾ ചില പേരിട്ട് വിളിക്കുക. റേഡിയൻ മീൻസ് ദി ആംഗിൾ, ആംപിയർ ഇസ് ദി കറണ്ട്. ഓക്കെ ആണല്ലോ. സോ ദാറ്റ് ഈസ് റിഗാർഡിംഗ് ദി കറണ്ട് സെൻസിറ്റിവിറ്റി. അടുത്ത നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട അടുത്ത ടോപ്പിക്കാണ് വോൾട്ടേജ് സെൻസിറ്റിവിറ്റി. എന്താണ് വോൾട്ടേജ് സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ കാര്യം തന്നെയാണ്. വോൾട്ടേജ് സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ യൂണിറ്റ് വോൾട്ടേജിന് എത്ര തിരിയും, അതായത് വോൾട്ടേജ് സെൻസിറ്റിവിറ്റി ഈസ് ഈക്വൽ ടു തീറ്റ ബൈ വി. ഓക്കെ ആണല്ലോ, തീറ്റ ബൈ വി. പക്ഷെ നമുക്കറിയാം തീറ്റ ബൈ വി എന്ന് പറയുന്നത് IR ആണ്, നമുക്ക് ഫേമസ് ആയിട്ടുള്ള ഓംസ് ലോ ആണ്, അല്ലേ? സോ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, വി ഈക്വൽ ടു IR. പക്ഷേ നമ്മൾ തീറ്റയ്ക്ക് മുന്നേ ഒരു എക്സ്പ്രഷൻ പഠിക്കേണ്ടായി. തീറ്റ ഈസ് ഈക്വൽ ടു തീറ്റ ഈസ് ഈക്വൽ ടു NABI ബൈ സി എന്ന് പറഞ്ഞൂടെ? അപ്പോൾ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. NABI ബൈ സി ബൈ IR എന്ന് പറയുമ്പോൾ ഇൻറ്റു IRI, അല്ലേ? അപ്പോൾ I വെട്ടിപ്പോയി, അതാണ് എന്ത് കിട്ടും? NBA ബൈ CR. സോ I is equal to NBA by CR. മനസ്സിലായടാ? സോ ദിസ് ഈസ് റിഗാർഡിംഗ് ദി വോൾട്ടേജ് സെൻസിറ്റിവിറ്റി. എന്താ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് വോൾട്ടേജ്, ഒരു വോൾട്ടേജ് നീ കൊടുത്തു കഴിഞ്ഞാൽ എത്ര അത് നീങ്ങും എന്നുള്ളതാണ് വോൾട്ടേജ് സെൻസിറ്റിവിറ്റി കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ, മനസ്സിലായല്ലോ, ഗ്രേറ്റ്. സോ ദാറ്റ് ഈസ് റിഗാർഡിംഗ് ദി മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ. എല്ലാവർക്കും മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ മനസ്സിലായടാ? ഒന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുള്ള കാര്യം. ഇതിൽ ആൾട്ടർനേറ്റിംഗ് കറണ്ട് ലൈവ് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ആൾട്ടർനേറ്റിംഗ് കറണ്ട് എടുക്കേണ്ടത് ഞാനാണ്. നാളെയോ അല്ലെങ്കിൽ നാളെ ഉണ്ടാവില്ല, മറ്റന്നാളായിട്ട് നമുക്ക് ആൾട്ടർനേറ്റീവ് കറണ്ട് ലൈവ് ചെയ്യാം കേട്ടോ. അത് ഉടനെ തന്നെ ഉണ്ടാവും. അതും റയോപ്റ്റിക്സാണ് ഫിസിക്സിൽ പെൻഡിങ് ആയിട്ടുള്ളത്. അത് 2 ചാപ്റ്റേഴ്സ് ഞാൻ തന്നെ ആയിരിക്കും ഡീൽ ചെയ്യുന്നുണ്ടാവുക. സോ വിത്തിൻ 2 days യു ക്യാൻ ഗെറ്റ് ദി ലൈവ് ഓഫ് ബോത്ത് ഓഫ് ദ ചാപ്റ്റേഴ്സ്. ഓക്കെ, മനസ്സിലായോടാ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ജസ്റ്റ് ഒന്ന് പറഞ്ഞേ മനസ്സിലായോ എന്ന്. ഓക്കെ, അപ്പോൾ നമ്മളിനി അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്. ദാറ്റ് ഈസ് വർക്ക് ഡൺ ഇൻ റൊട്ടേറ്റിംഗ് എ മാഗ്നറ്റിക് ഡൈപോൾ. അപ്പോൾ ഒരു മാഗ്നറ്റിക് ഡൈപോൾ, ഒരു ഡൈപോൾ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എത്ര വർക്കാണ് ചെയ്യേണ്ടത്? W is equal to മറ്റുള്ള അതേ തന്നെയാണ്. ഞാൻ ജസ്റ്റ് ഇതിനകത്ത് നിങ്ങൾ ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. θ1 എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഡൈപോൾ ഇരിക്കുന്നത് വിചാരിക്കാം. അപ്പോൾ അത് ആദ്യം ഉണ്ടാക്കുന്നത് θ1 ആണ്, അതിനൊരു θ2ലേക്കാണ് നിങ്ങൾ നീക്കുന്നതെന്ന് വിചാരിക്കാം. അങ്ങനെ ഞങ്ങൾ W is equal to MB into cos θ1 minus cos θ2. W is equal to MB into cos θ1 minus cos θ2. മനസ്സിലായോ? ഗ്രേറ്റ്. അടുത്തതാണ് പൊട്ടൻഷ്യൽ എനർജി. എന്താണ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് മാഗ്നറ്റിക് ഡൈപോൾ? അത് U is equal to minus M dot B. U is equal to minus M dot B. മനസ്സിലായോ? സോ ദാറ്റ് ഈസ് റിഗാർഡിംഗ് ദി പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ഡൈപോൾ. ഓക്കെ ആണല്ലോ, മനസ്സിലായല്ലോ, ഗ്രേറ്റ്. ഓക്കെ, സോ നമ്മളിനി അടുത്ത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്, എല്ലാവരും ക്വസ്റ്റ്യൻസ് വെയിറ്റ് ചെയ്യണമെന്ന് അറിയാം. ഈ ഒരു ടോപ്പിക് കൂടെ കഴിഞ്ഞാൽ നമ്മൾ ക്വസ്റ്റ്യൻസിലേക്ക് തന്നെ പോവാണ് കേട്ടോ. നമുക്ക് അടുത്ത് അറിഞ്ഞിരിക്കേണ്ട കാര്യം വാട്ട് ഡു യു മീൻ ബൈ അറ്റോമിക് മാഗ്നറ്റിസം. എന്താണ് അറ്റോമിക് മാഗ്നറ്റിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചേ, നമ്മൾ വിചാരിക്കുന്നത് ഈ മാഗ്നറ്റിസത്തിന് എല്ലാത്തിനും കാരണം നടുക്കിരിക്കുന്ന ന്യൂക്ലിയസും അതിന് ചുറ്റും കറങ്ങുന്ന ഇലക്ട്രോൺസ് ആണ്. ഓക്കെ ആണല്ലോ. സോ ഇതിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ബോർ പറഞ്ഞ സയൻറ്റിസ്റ്റ് പറഞ്ഞ 2 കാര്യങ്ങളാണ്. ബോർ പറഞ്ഞ കാര്യം എന്താ? The centripetal force, അതായത് mv²/r is actually provided by the electrostatic interaction between the 2 charges, അല്ലേ? അതായത് ഒരു ഇലക്ട്രോൺ അതിന് ചുറ്റും കറങ്ങാനുള്ള കാരണം ന്യൂക്ലിയസും ഇലക്ട്രോണും ഇടയ്ക്കുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആയിട്ടുള്ള K ഇൻറ്റു Z². Z എന്ന് പറയുന്നത് എത്ര ഇലക്ട്രോണിൻ്റെ അത്രയും കേട്ടോ ബൈ R² ആണ്. ഇതാണ് ഒന്നാമത് ബോർ പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞത് എന്താ വെച്ചാൽ ആംഗുലാർ മൊമെന്റം കൺസർവേഷൻ ആണ്. അതായത് MVR ഷുഡ് ബി ഈക്വൽ ടു NH/2π. ഓക്കെ ആണല്ലോ, മനസ്സിലായല്ലോ. സോ ഇതാണ് ബോർ പറഞ്ഞ ഒരു പോസ്റ്റുലേറ്റ്.
ഇനി അടുത്തത് പറഞ്ഞത് എന്തായിരുന്നു? ഓർബിറ്റിൽ കറണ്ടിനെ കുറിച്ചായിരുന്നു. ഐ നമുക്കറിയാം കറണ്ട് എന്ന് പറഞ്ഞാൽ E/T ആണ് അല്ലേ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു E/T. സോ നമുക്കറിയാം ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ വെലോസിറ്റി ബൈ റേഡിയസ് ബൈ വെലോസിറ്റി ആണ്, 2πr/v ആണ്. അതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ E⍵/2π എന്നൊരു ഇക്വേഷൻ കിട്ടും. നിങ്ങൾ ജസ്റ്റ് ഇക്വേഷൻ മാത്രം പറഞ്ഞാൽ മതി, നമുക്ക് ഡിറൈവ് ചെയ്യാനുള്ള ടൈമില്ല. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ വാട്ട് ഈസ് എ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്, അതായത് നമ്മുടെ ന്യൂക്ലിയസ് ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണെന്ന് അറിയണം. ദാറ്റ് ഈസ് ഈക്വൽ ടു μ0 E⍵/4πr. ഓക്കെ ആണല്ലോ. ദാറ്റ് ഈസ് E0 μ0 E⍵/4πr. അതുപോലെ തന്നെ വാട്ട് ഈസ് എ മാഗ്നറ്റിക് മൊമെന്റ്, എത്രയുടെ മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറയുന്നത്? മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറയുന്നത് E⍵r²/2. എത്രയുടെ മാഗ്നറ്റിക് മൊമെന്റ്? മാഗ്നറ്റിക് മൊമെന്റ് ഇസ് E⍵r²/2. ഓക്കെ ആണല്ലോ, മനസ്സിലായല്ലോ. ഗ്രേറ്റ്. പിന്നെ ഒരൊറ്റ കാര്യം കൂടെ പഠിക്കാനുള്ളൂ. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മാഗ്നറ്റിക് മൊമെന്റ് ആൻഡ് ആംഗുലാർ മൊമെന്റം, അതായത് മാഗ്നറ്റിക് മൊമെന്റും ആംഗുലാർ മൊമെന്റും തമ്മിലുള്ള ബന്ധം, റിലേഷൻ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് വേറൊന്നുമല്ല, നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് മാഗ്നറ്റിക് മൊമെന്റ് M ഇസ് ഈക്വൽ ടു EL/2M. ഓക്കെ ആണല്ലോ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. നിങ്ങൾക്കത് കുറച്ച് ബോറിംഗ് ആണെന്ന് അറിയാം, ബട്ട് ഈ ഒരു ഇത്രയും ഫോർമുലാസ് എന്ത് ചെയ്യണം, നിങ്ങൾ ഇതിനകത്ത് അറിഞ്ഞേ പറ്റുള്ളൂ കേട്ടോ. അത് അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ ആണോ, മനസ്സിലായോ? ഗ്രേറ്റ്. സർ യൂട്യൂബ് ചാനലിൽ എല്ലാ കോമ്പി ക്ലാസ്സും അവൈലബിൾ ആണ്. ഡെഫിനറ്റ്ലി എല്ലാ കോമ്പി ക്ലാസ്സും അവൈലബിൾ ആണ്. യു ക്യാൻ സീ ഓൾ ഓഫ് ദം. നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ എല്ലാം എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അറ്റോമിക് മാഗ്നറ്റിസം ഓക്കെ ആണല്ലോ, മനസ്സിലായി. അറ്റോമിക് മാഗ്നറ്റിസം എന്താണെന്ന് മനസ്സിലായി. ജസ്റ്റ് കുറച്ച് ഇക്വേഷൻസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഐ ഹോപ്പ് എവരി വൺ അണ്ടർസ്റ്റുഡ് ഇറ്റ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് ആണ്. ഇതേ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി ക്വസ്റ്റ്യൻസ് ആയിട്ട് സാർ എത്തിയിട്ടുണ്ട്. വേഗം ക്വസ്റ്റ്യൻസ് ചെയ്തോ, എന്നിട്ട് പറഞ്ഞു തന്നോളൂ. ആൻസർ എത്രയാണ്? ഐ എം വെയിറ്റിംഗ്. ഓക്കെ. സോ ഓക്കെ, ഒരുപാട് പേര് തംസ് അപ്പ് ഒക്കെ ഇടുന്നുണ്ട്. എടുത്ത ടോപ്പിക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. എന്താണ് ക്വസ്റ്റ്യൻ? എ ബാർ മാഗ്നറ്റ് ഈസ് ഹങ് ബൈ എ തിൻ കോട്ടൺ ത്രെഡ്. ഓക്കെ, ഒരു കോട്ടൺ ത്രെഡ് വെച്ചിട്ട് നമ്മളൊരു ബാർ മാഗ്നറ്റ് ഹങ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ ആണല്ലോ, ഫൈൻ. ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ഈസ് ഇൻ ഇക്വിലിബ്രിയം സ്റ്റേറ്റ്, ദി എനർജി റിക്വയർഡ് ടു റൊട്ടേറ്റ് ഇറ്റ് ബൈ 60 degrees W. ഓക്കെ, അപ്പോൾ ഇതിനെ 60 ഡിഗ്രി ഇങ്ങോട്ട് തിരിക്കണമെങ്കിൽ നീ അപ്ലൈ ചെയ്യേണ്ട ഫോഴ്സ് W ആണ്. ഓക്കെ ആണല്ലോ. ഇപ്പം അങ്ങനെ വെച്ചിട്ട് നീ അവിടെ വെച്ചു. അങ്ങനെയാണെങ്കിൽ ഒബ്വിയസ്ലി ഇത് ഇങ്ങനെ ഇരുന്ന സാധനമാണ്. ഇതിനെ നീ ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരുന്നുള്ള ആരും ഉറപ്പാണ്. സംശയമുണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇത് അങ്ങനെ തന്നെ വെക്കാൻ വേണ്ടി നീ എത്ര ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ടി വരും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. നീ എത്ര ഫോഴ്സാണ് അപ്ലൈ ചെയ്യുക സോ ദാറ്റ് ദിസ് വിൽ നോട്ട് കം ബാക്ക്. ഓക്കെ ആണല്ലോ, അതാണ് ചോദ്യം. ഓക്കെ, ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ ഇരിക്കുമ്പോൾ ഇതിന് എനർജി UI, ഇനീഷ്യൽ എനർജി എന്ന് എടുക്കുക. നമുക്കറിയാം പൊട്ടൻഷ്യൽ എനർജി ഈസ് -mBh അല്ലേ, where H is the horizontal component of Earth's magnetic field. നമ്മൾ ഹൊറിസോണ്ടൽ മാഗ്നറ്റിക് ഫീൽഡ് വെച്ചാണ് കോമ്പസിൻ്റെ കാര്യങ്ങൾ പറയാം. അത് ഞാൻ തൊട്ടപ്പുറത്തെ സെഷനിൽ പറയാം. ബട്ട് മനസ്സിലാക്കുക, ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി ഈസ് -UBH. ഇനി ഫൈനൽ എന്ന് പറയുമ്പോൾ എത്രയാണ്? ഫൈനൽ ഈസ് -mBh cos 60 ഡിഗ്രി. ഓക്കെ ആണല്ലോ, 60 ഡിഗ്രി. നമുക്ക് ദാറ്റ് ഈസ് -mBh/2. cos 60 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. ഓക്കെ ആണല്ലോ, ഇത്രയും കാര്യം ക്ലിയർ ആയോ? അങ്ങനെയാണെങ്കിൽ മൈ ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് എ വർക്ക് ഡൺ? നമുക്കറിയാം വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഫൈനൽ എനർജി മൈനസ് ഇനീഷ്യൽ എനർജി. ശരിയാണല്ലോ, UF - UI ആണ് എന്ത് നമ്മുടെ വർക്ക് ഡൺ എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് UF? UF എന്ന് പറയുന്നത് ഫൈനലാണ്. ദാറ്റ് ഈസ് -mBh/2. ഓക്കെ, മൈനസ് UI എന്ന് പറയുന്നത് എത്ര? UI എന്ന് പറയുന്നത് -mBh ആണ്. -mBh, that is -mBh. So what is this is equal to? This is equal to -mBh/2 minus of minus പറഞ്ഞാൽ പ്ലസ് MBH ആണ് അല്ലേ. So what happens? ഒരു MBH ന്ന് അര MBH കുറച്ചു. This is MBH minus half MBH. So this is MBH/2. Okay ആണല്ലോ, this is MBH/2. Okay, so what is torque? Tau is equal to MBH sin 60. MBH sin 60. Okay ആണല്ലോ, ഫൈൻ. സോ ഇവിടെ MBH is equal to tau is equal to MBH sin 60. Okay ആണല്ലോ, ഗ്രേറ്റ്. സോ ദിസ് is equal to MBH sin 60 ആണ്. Okay ആണല്ലോ, ഫൈൻ. സോ വാട്ട് is വെയിറ്റ്. ഓക്കെ,
ഓക്കെ. സോ MBH sin 60. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് കിട്ടി വാട്ട് ഈസ് MBH is equal to MBH എന്ന് പറഞ്ഞാൽ എത്രയാണ് ശ്രദ്ധിച്ചേ. ഇവിടെ W is equal to MBH/2. അപ്പോൾ MBH എന്ന് പറഞ്ഞാൽ 2W ആണ്. സംശയം ഉണ്ടോ? MBH is equal to 2W ഇൻറ്റു sin 60 എന്ന് പറഞ്ഞാൽ √3/2. സോ ഇത് വെട്ടിപ്പോയി. സോ ദിസ് ഇസ് √3 times W. സോ ആൻസർ ഇസ് √3 times W. ആൻസർ ഇസ് √3 times W. എങ്ങനെയാണ് ഈ ഇക്വേഷൻ വന്ന് പറഞ്ഞേ? ടോർക്ക് ഇസ് ഈക്വൽ ടു M ക്രോസ് B. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ തിരിക്കുന്ന സമയത്ത് എത്ര വർക്കാണോ ചെയ്തത് അത് കണ്ടുപിടിച്ചു. എന്നിട്ട് തിരിച്ചു വെക്കുന്ന സമയത്ത് എത്ര ടോർക്കാണ് തിരിച്ച് ആക്ട് ചെയ്യുന്നത് നമ്മൾ നോക്കി. അപ്പോൾ എത്ര ടോർക്കാണോ അതിൽ ആക്ട് ചെയ്യുന്നത് അത്രയും ടോർക്ക് നമ്മൾ കൊടുത്താൽ അത് അവിടെ നിൽക്കും. മനസ്സിലായടാ? സോ ദ ആൻസർ ഇസ് B. ആൻസർ ഇസ് B. ആരൊക്കെയാണ് പറഞ്ഞിട്ടുള്ള B നോക്കട്ടെ? √3 തബീത്ത പറഞ്ഞിട്ടുണ്ട്, പവിത്ര പറഞ്ഞിട്ടുണ്ട്, അസ്നാഷറിൻ പറഞ്ഞിട്ടുണ്ട്. സോ കൺഗ്രാറ്റ്സ്, ദാറ്റ്സ് ദി റൈറ്റ് ആൻസർ കേട്ടോ. ഓക്കെ ആണോ? ക്വസ്റ്റ്യൻ മനസ്സിലായോടാ? എങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്തതെന്ന് മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്തോളൂ. എഗെയിൻ നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ്, ഒപ്പം സാറ് ചെയ്യും കേട്ടോ. എന്താണ് ആ ക്വസ്റ്റ്യൻ? ശ്രദ്ധിച്ചേ. ഫോളോയിങ് ഫിഗർ ഷോസ് ദ അറേഞ്ച്മെന്റ് ഓഫ് ബാർ മാഗ്നറ്റ്സ് ഇൻ ഡിഫറെന്റ് കോൺഫിഗറേഷൻ. ഈച്ച് ബാർ മാഗ്നറ്റ് ഹാസ് എ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് M. വിച്ച് കോൺഫിഗറേഷൻ ഹാസ് ഹയസ്റ്റ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് എന്നാണ് ക്വസ്റ്റ്യൻ. ശ്രദ്ധിച്ചേ. ആദ്യം നമുക്ക് ഈ കേസ് എടുക്കാം. ഇവിടെ രണ്ടെണ്ണം പരസ്പരം പെർപെൻഡിക്കുലർ ആണ് അല്ലേ? നമുക്കറിയാം ഇത് രണ്ടും വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. വെക്റ്റർ അഡീഷണൽ ഫോമിൽ എന്താ? A is equal to, അല്ലെങ്കിൽ അപ്പോൾ അതിനിപ്പോൾ C എന്നെടുക്കാം. രണ്ട് വെക്റ്ററിൻ്റെ നെറ്റ് C ആണെങ്കിൽ C is equal to √A² + B² + 2AB cos θ. ഇതാണല്ലോ വെക്റ്റർ സം എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാലോ അല്ലേ? രണ്ട് വെക്റ്റർ ഇങ്ങനെയാണ്, അതിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ ആണെങ്കിൽ അവരുടെ സം ഇത് AB ആണ്. അവൻ്റെ റിസൾട്ടൻറ്റ് വെക്റ്റർ C ആണെങ്കിൽ C is equal to √A² + B² + 2AB cos θ. ഓക്കെ ആണല്ലോ. സോ വാട്ട് ഇസ് ഹാപ്പനിങ് ഹിയർ? ശ്രദ്ധിച്ചേ. ഹിയർ M net is equal to √. ശ്രദ്ധിച്ചേ. വാട്ട് ഇസ് ഹാപ്പനിങ്? ദിസ് ഇസ് M² + M² + 2M × M. ഇവിടെ cos 90 ആണ്. ഓക്കെ ആണല്ലോ. cos 90 is 0. സോ √M² + M² 2M², ദാറ്റ് ഈസ് √2M. ആൻസർ ഇസ് √2M. ഓക്കെ ആണല്ലോ, √2M. സോ ഇതിൻ്റെ ആൻസർ അപ്പോൾ ഇതിൻ്റെ ഞാൻ ഇവിടെ തന്നെ എഴുതാണ്. ഇതിൻ്റെ √2M ആണ്. ഇനി ഇതെടുക്കാം. ഇതെടുത്തു കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ ഇതിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയും ഇതിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ്. അതായത് ഒരാൾ കാരണമുള്ള ഡൈപോൾ മൊമെന്റ് വേറെ ആൾ ക്യാൻസൽ ചെയ്യും. ഓക്കെ ആണല്ലോ. സോ ഒന്ന് കാരണമുള്ള വേറെ ആൾ ക്യാൻസൽ ചെയ്തു. ആൻസർ ഈസ് 0. അപ്പോൾ ഇതിനകത്ത് ഡൈപോൾ മൊമെന്റ് ഇല്ല, 0 ആണ്. ഇനി ഇതിനകത്ത് ശ്രദ്ധിച്ചേ. ഇതിനകത്ത് എന്താ പറ്റുന്നത്? ഇതിനകത്ത് M² + M² + 2M², 2M × M² ആണ് അല്ലേ? M² cos 30 degree. ഓക്കെ ആണല്ലോ, cos 30 degree. ഓക്കെ ആണല്ലോ. സോ ദിസ് ഇസ് 2M² + 2M² ഇൻറ്റു cos 30 എന്ന് പറഞ്ഞാൽ എത്രടാ? √3/2 ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതിന്ന് M² പുറത്തേക്ക് എടുത്താൽ M ആയി. M ഇൻറ്റു എത്ര വരിക? അത് എത്ര വരിക? 2 2 വെട്ടിപ്പോയി. സോ ദറ്റ് ഈസ് 2 + √3. സോ ദിസ് ഇസ് M ഇൻറ്റു √2 + √3. നമ്മൾ ആദ്യം തന്നെ ഇപ്പം നമുക്ക് കിട്ടിയ 3 ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യേണ്ട വെച്ചാൽ നമുക്ക് കിട്ടിയ 3 ഏതിനാണ് ഏറ്റവും കൂടുതലുള്ളതെന്ന് ആദ്യം നോക്കുക. ശ്രദ്ധിച്ചേ. ഇതിനകത്ത് ഇത് 0 ആണ്. ഓക്കെ. ഇനി ഇതുണ്ട്. ഇതിനകത്ത് ഒന്നില്ല √2M, മറ്റേതിൽ √2 + സംതിങ്. ശരിയല്ലേ? √2ൻ്റെ കൂടെ എന്തോ കൂടെ അധികമുണ്ട്. കാരണം ഇവിടെ √2 അല്ല, ഇവിടെ √2 + സംതിങ് ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും നോക്കുകയാണെങ്കിൽ ഇതും പോയി. ഇപ്പം നമുക്ക് ഇവനാണ് ലീഡിങ് ഉള്ളത്. ഇനി നമുക്ക് അറിയേണ്ടത് നാലാമത് വരുന്ന ആൾ, അതായത് 60 ഡിഗ്രി ഉള്ള ആൾ ഇവനേക്കാൾ കൂടുതൽ ഉണ്ടാവുമോ? ഇവനേക്കാൾ കൂടുതൽ ഉണ്ടെങ്കിൽ ആൻസർ 4 ആണ്, അല്ല ഇവനേക്കാൾ കുറവാണെങ്കിൽ ആൻസർ 3 ആണ്. ഇനി ഇത് നോക്കിയേ. സോ ദാറ്റ് വിൽ ബി ബേസിക്കലി 2M² + 2M² അല്ലേ? അറിയാലോ, ഇത് തന്നെ വരുന്നത്. ഇത് ഇത്രയും ഭാഗം സെയിം ആണ്. ഇൻറ്റു 60 എന്ന് പറയുന്ന സമയത്ത് ഇത്ര വരും? 60 എന്ന് പറയുമ്പോൾ 1/2 വരും അല്ലേ? അത് വെട്ടിപ്പോയി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു M ഇൻറ്റു √2 + 1 M √3. ഓക്കെ ആണല്ലോ, √3. ഇനിയുള്ള ക്വസ്റ്റ്യൻ M √3 ആണോ M √2 + √3 ആണോ? ശരി. ശ്രദ്ധിച്ചേ. √3 എന്ന് പറഞ്ഞാൽ 1.7 സംതിങ് ആണ്. ഓക്കെ ആണല്ലോ, ഫൈൻ. ഇനി നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത് √3 എന്ന് പറഞ്ഞാൽ ഇവിടെ 1.7 ആയി. ഓക്കെ ആണല്ലോ. അപ്പോൾ 2ൻ്റെ കൂടെ 1.7 എന്ന് പറഞ്ഞാൽ ഇത് M ഇൻറ്റു
റൂട്ട് ഓഫ് 3.7 സംതിങ് ആണ് മൂന്നാമത്തെ വരുന്നത്. ഓക്കെ ആണല്ലോ. ഈവൻ ജസ്റ്റ് √3 എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു സ്ഥലത്ത് m ഇൻറ്റു റൂട്ട് ഓഫ് 3.7 മറ്റേ സ്ഥലത്ത് m ഓഫ് √3 ശരിയാണല്ലോ. അപ്പോൾ ഇതിനകത്ത് 3 സംതിങ് എന്നുള്ളത് ഏതാ? സി ആണ്. സോ ദ ആൻസർ വിൽ ബി സി. സി. ഓക്കെ ആണല്ലോ. സോ ദ ആൻസർ ഇസ് ബേസിക്കലി സി. സോ അപ്പോൾ ആൻസർ ഇസ് സി. സോ ദ ആൻസർ വിൽ ബി സി. ഓക്കെ ആണല്ലോ. അപ്പോൾ എത്ര പേർക്ക് കിട്ടി? ആരാണ് സി പറഞ്ഞത്? 30 ഡിഗ്രി പറഞ്ഞ ആരാടാ? ആദ്യം പറഞ്ഞത് ആരാണ്? ആദ്യം പറഞ്ഞത് വൈഷ്ണയാണ് പറഞ്ഞത്. വൈഷ്ണ അനീഷ പറഞ്ഞത്. തബീത പറഞ്ഞിട്ടുണ്ട്. അഷ്ന പറഞ്ഞിട്ടുണ്ട്. ആസ് യൂഷ്വൽ ആൻസർ ഇസ് സി. ടോ ദ ആൻസർ ഇസ് സി. എല്ലാവർക്കും മനസ്സിലായല്ലോ. സോ ദാറ്റ് ഇസ് റിഗാർഡിംഗ് ദാറ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ. തീറ്റ ഈസ് ലീസ്റ്റ് മാക്സിമം എം നെറ്റ്. ശരിയാണ്. തീറ്റ കാരണം കൊസൈൻ ഡിപ്പെൻഡൻ്റ് ആണ് അല്ലേ. അപ്പം നമുക്കറിയാം കൊസൈൻ മാക്സിമം ചെറിയ ആംഗിളിലാണ്. അപ്പോൾ തീറ്റ കുറയും തോറും മാഗ്നറ്റിക് മൊമെൻറ്റ് കൂടും. ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. 2 identical bar magnets are fixed with their centers at a distance d apart. A stationary charge q is placed at p in between the gap of the two magnets at a distance d from the center O as shown in the figure. The force on the charge q is. ശ്രദ്ധിച്ചേ, ഇവിടെ ചാർജ് സ്റ്റേഷനറി ആയിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ ആണല്ലോ. കാരണം അവിടെ സ്റ്റേഷനറി ചാർജാണ്. നമുക്കറിയാം നമ്മൾ പഠിച്ച മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്നാണ്. അതായത് ഒരു ചാർജ് മൂവ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ അതിനകത്ത് മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ അതിൽ ചാർജ് അല്ലെങ്കിൽ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുള്ളൂ. അപ്പോൾ ഇവിടെ രണ്ടും സംഭവിക്കുന്നില്ല. സോ ദ ഫോഴ്സ് ഇസ് 0. ആൻസർ ഇസ് 0. ഓക്കെ ആണല്ലോ. വൈഷ്ണ പറഞ്ഞാണ് കറക്റ്റ് ആൻസർ. ആൻസർ ഇസ് 0. മനസ്സിലായോടാ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായത്. ആൻസർ ഇസ് 0. ഓക്കെ ഫൈൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. എ ബാർ മാഗ്നറ്റ് ഈസ് ഓസിലേറ്റിംഗ് ഇൻ എർത്ത്സ് മാഗ്നറ്റിക് ഫീൽഡ് വിത്ത് എ പീരിയഡ് t. വാട്ട് ഹാപ്പൻസ് ടു ഇറ്റ്സ് പീരിയഡ് ആൻഡ് മോഷൻ ഇഫ് ദ മാസ് ഇസ് ക്വാഡ്രപ്പിൾഡ്? ഓക്കെ, അപ്പോൾ നമുക്ക് t ഈസ് ഈക്വൽ ടു വാട്ട് ഇസ് ദി ടൈം പീരിയഡ് ഓഫ് എ ബാർ മാഗ്നറ്റ്? t ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു റൂട്ട് ഓഫ് I/mb. ഇത് ഞാൻ റൊട്ടേഷൻ മോഷൻ എടുത്തപ്പോൾ പറഞ്ഞതാണ് കാര്യമാണ്. ഫോർ എനി ഒബ്ജക്റ്റ്, ഏത് ഒബ്ജക്റ്റും ആയിക്കോട്ടെ, ഫോർ എനി ഒബ്ജക്റ്റ് t is equal to 2π root of I/mb if it is undergoing a oscillation in magnetic field. Okay ആണല്ലോ. So that is equal to 2π into root of I is equal to mk²/mb. ഓക്കെ ആണല്ലോ. മനസ്സിലാക്കുക, m എന്ന് പറയുന്നത് മാസ് ആണ്, ഈ m എന്ന് പറയുന്നത് പോൾ സ്ട്രെങ്ത് ആണ്. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങളത് വെട്ടിക്കളയരുത്. ഓക്കെ ആണല്ലോ. അപ്പോൾ അതൊന്ന് മനസ്സിലായി. t is directly proportional to root of m. മനസ്സിലായോ? t is directly proportional to root of m. അഥവാ എന്ത് പറയാം? t1/t2 is equal to root of m1/m2. ഓക്കെ ആണല്ലോ. t1/t2 is equal to root of m1/m2. അഥവാ this is root of m by രണ്ടാമത്തെ മാസം എത്രയാടാ? രണ്ടാമത്തെ മാസ് ഇസ് ക്വാഡ്രപ്പിൾഡ് അല്ലേ. ക്വാഡ്രപ്പിൾഡ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 4m. റൂട്ട് ഫിട്ടിപ്പോയി. റൂട്ട് ഓഫ് 4 എന്ന് പറഞ്ഞാൽ 1/2. ഓക്കെ ആണല്ലോ. സോ എന്ത് കിട്ടി? t1 അപ്പോൾ 2t1 is equal to t2 അല്ലേ. സോ 2t1 is equal to t2. ഓക്കെ ആണല്ലോ. അഥവാ എന്ത് പറയാം? t2 is equal to 2t. അപ്പോൾ ടൈം പീരീഡ് എന്ത് പറ്റും? ടൈം പീരീഡ് വിൽ ബി ഡബ്ലിങ്. ഓക്കെ ആണല്ലോ. ആൻസർ ഇസ് ബി. ആരാ പറഞ്ഞത്? എഗെയിൻ വൈഷ്ണനീഷ പറഞ്ഞിട്ടുള്ള ആൻസർ ഇസ് ബി. അഷ്നശ്വരൻ പറഞ്ഞിട്ടുണ്ട്. പവിത്ര എസ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. തബീത പറഞ്ഞിട്ടുണ്ട്. റൈറ്റ് ആൻസർ. റൈറ്റ് കറക്റ്റ് ആണല്ലോ. അപ്പോൾ ഉത്തരങ്ങൾ കിട്ടുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ പഠിപ്പിച്ച് ശരിയായിട്ടുണ്ട്. അത് നിങ്ങൾ നേരത്തെ പഠിച്ചാണോ എന്ന് അറിയില്ല. വാട്ട് എവർ ഇറ്റ് ഇസ്, നിങ്ങൾ പറയുന്ന ആൻസർ കറക്റ്റ് ആണ് കേട്ടോ. സോ ദ ആൻസർ ഇസ് കറക്റ്റ്. ഓക്കെ ഫൈൻ. സോ ഇതിലിപ്പോൾ കാണുന്ന ആരൊക്കെയാണ് റിപ്പീറ്റേഴ്സ് അല്ലെന്ന് പറഞ്ഞ് ആരൊക്കെയാണ് റിപ്പീറ്റേഴ്സ് അല്ലേ? ഡോപ്പ സ്റ്റുഡൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയല്ല. ആദ്യമായിട്ട് എഴുതാൻ പോകുന്നവർ ആരൊക്കെയാണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞ് ആരൊക്കെയാണ് പുതിയ ആൾക്കാരുള്ളതെന്ന് ജസ്റ്റ് ഒന്ന് അറിയാലോ. ഓക്കെ, നെക്സ്റ്റ് വി ആർ മൂവിങ് ടു അനദർ ടോപ്പിക്. എല്ലാ കുട്ടികൾക്കും നല്ല ഡൗട്ടുള്ള ഒരു ഭാഗമാണ് ജിയോ മാഗ്നറ്റിസം എന്ന് പറയുന്നത്. ഇനി അതാണ് സാർ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ശ്രദ്ധിച്ചോ, എന്താണ് ജിയോ മാഗ്നറ്റിസം? നമുക്ക് ആകെ അറിയുന്ന കാര്യം എവറിത്തിങ് ഈസ് റിവോൾവിങ് അറൗണ്ട് അവർ എർത്ത്. സോ ആദ്യം എർത്ത് അങ്ങ് വരച്ചേക്കാം. ഓക്കെ, നമുക്കൊരു ഭൂമിയുണ്ട്. ഓക്കെ ആണല്ലോ. നമുക്കറിയാം ഭൂമിക്ക് ഒരു നോർത്ത് പോളുണ്ട്, ഒരു സൗത്ത് പോളുണ്ട്. നോർത്ത് പോളിലാണ് പോളാർ റീജൻസ്, നോർവേ, ഫിൻലൻഡ്, അങ്ങനെയുള്ള ട്രോംസോ, അങ്ങനത്തെ ഒരുപാട് രാജ്യങ്ങൾ നോർത്തിലും
സൗത്ത് പോളിൽ നമുക്ക് ആരൊക്കെയുണ്ട്? അന്റാർട്ടിക്ക, അങ്ങനത്തെ ഒരുപാട് ആൾക്കാർ സൗത്ത് പോളിലുണ്ട്. ആ കാര്യത്തിൽ ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, അങ്ങനെയുള്ള നോർത്തിൽ നിന്ന് തുടങ്ങി സൗത്തിൽ എൻഡ് ചെയ്യുന്ന ഒരു ലൈൻ, ഈ ലൈൻ. ഓക്കെ, ഈ ഒരു ലൈൻ നോർത്ത് പോളിൽ തുടങ്ങി സൗത്ത് പോൾ എൻഡ് ചെയ്യുന്ന ഒരു ലൈൻ. ഈ ലൈനെ നീ വിളിക്കുന്ന പേരാണെന്ത്? ജിയോഗ്രഫിക്കൽ ആക്സിസ്. ദയവ് ചെയ്ത് കുട്ടികളത് വൃത്തിക്കൊന്ന് ശ്രദ്ധിക്കുക, എല്ലാവരും തെറ്റിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, സോ എന്താണ് ജിയോഗ്രഫിക്കൽ ആക്സിസ് എന്ന് പറഞ്ഞാൽ? നോർത്ത് പോളിൽ തുടങ്ങി സൗത്ത് പോളിലൂടെ പോകുന്ന ഒരു കാര്യം. ഓക്കെ ആണല്ലോ. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഭൂമിക്ക് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് കൺഫേംഡ്. ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. കാരണം എന്താ? നിങ്ങളൊരു കോമ്പസ് എടുത്ത് വെക്കുകയാണെങ്കിൽ അതെപ്പോഴും ഒരു ഡയറക്ഷനിലേക്കാണ് പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ, ഫൈൻ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഒരു നോർത്ത് എടുക്കുമ്പോൾ നമ്മൾ ആക്ച്വലി നോർത്ത് പോളിലേക്കാണ് ഇത് ഇങ്ങനെ പോയിന്റ് ചെയ്യുന്നത് അല്ലേ? നമ്മളൊരു കോമ്പസ് എടുത്തു, നോർത്തിലേക്കാണ് പോയിന്റ് ചെയ്യുന്നത്. നിങ്ങൾ എപ്പോഴും ആലോചിക്കുക, പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജിൻ്റെ അടുത്തേക്കാണ് പോകാൻ ശ്രമിക്കുക എപ്പോഴും. ശരിയാണല്ലോ? പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജിൻ്റെ അടുത്തേക്കാണ് പോകാൻ ശ്രമിക്കുക. അപ്പം നോർത്ത് പോൾ പോകാൻ ശ്രമിക്കുന്നത് എങ്ങോട്ടായിരിക്കും? സൗത്ത് പോളിൻ്റെ അടുത്തേക്കായിരിക്കും. അതായത് നമ്മളാണ് നോർത്ത് പോൾ സൗത്ത് പോൾ ഡിഫൈൻ ചെയ്തത്. അപ്പം നോർത്ത് പോൾ എന്ന് പറഞ്ഞ് നമ്മുടെ നീഡിൽ കാണിക്കുന്നത് എങ്ങോട്ടാണ്? നമ്മുടെ ഭൂമിയിലെ ഒരു മാഗ്നറ്റ്, നമ്മുടെ ഭൂമിയിലുള്ള ഒരു മാഗ്നറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അതിൻ്റെ സൗത്തിലേക്കാണ് എന്ത് കാണിക്കുന്നത്? നമ്മുടെ മാഗ്നറ്റ്, നമ്മുടെ നീഡിൽ കാണിക്കുന്നത്. ഓക്കെ ആണല്ലോ? അങ്ങനെയെങ്കിൽ ഇവിടെ നീഡിലാണെങ്കിൽ ഇവിടെ ഒരു സൗത്ത് പോൾ ഉണ്ട്. നമ്മുടെ മാഗ്നറ്റിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയിലുള്ളിൽ ഉണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്ന മാഗ്നറ്റിൻ്റെ സൗത്ത് പോൾ ഉണ്ട്. ഓക്കെ ആണല്ലോ? സോ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നേരെ നോർത്ത് സൗത്ത് അല്ല ഇരിക്കുന്നത്, ഒന്ന് ചെരിഞ്ഞാണ് ഇരിക്കുന്നത്. ഓക്കെ ആണല്ലോ? ഇങ്ങനെയാണ് ആ മാഗ്നറ്റ് ഇരിക്കുന്നത്. അതിൻ്റെ സൗത്ത് പോൾ മുകളിലാണ്. അതിന് റീസണാണ് ഞാൻ പറഞ്ഞത്. നോർത്ത് പോളിലെ പോയിന്റ് ആണ്, അതായത് എപ്പോഴും ഓപ്പോസിറ്റ് പോൾസ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ചാർജസിൻ്റെ അടുത്തേക്കാണ് ബാക്കി ചാർജ് പോകാൻ ആഗ്രഹിക്കുക. അപ്പം നോർത്ത് പോൾ പോകാൻ ആഗ്രഹിക്കുന്നത് സൗത്ത് പോളിലേക്കാണ്. മനസ്സിലായോടാ? അപ്പോൾ നോർത്ത് പോളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് സൗത്ത് പോളിലേക്ക് എൻഡ് ചെയ്യും. ഓക്കെ ആണല്ലോ? ഇങ്ങനെയായിരിക്കും ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക. നോർത്ത് പോളിൽ സ്റ്റാർട്ട് ചെയ്യും, സൗത്ത് പോളിൽ എൻഡ് ചെയ്യും. ഇത്രയും കാര്യം ക്ലിയർ ആണോ? ഇത്രയും കാര്യം ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അങ്ങനെ വന്നതുകൊണ്ട് തന്നെ there should be a line, അല്ലേ? there should be a line which passes through the north pole and south pole. ഇതിനെ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റിക് ആക്സിസ്. എന്താടാ ഇത്? ദിസ് ഇസ് നോൺ ആസ് മാഗ്നറ്റിക് ആക്സിസ്. ഇപ്പം എന്താണ് മാഗ്നറ്റിക് ആക്സിസ് എന്ന് മനസ്സിലായോ? നമ്മുടെ നോർത്ത് സൗത്ത് പോളിലൂടെ പാസ് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ, അതിനെ നീ വിളിക്കുന്ന പേരാണിത് മാഗ്നറ്റിക് ആക്സിസ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ നോർത്ത് പോൾ, ഇതാണ് ജിയോഗ്രഫിക്കൽ ആക്സിസ് അല്ലേ? അപ്പോൾ അതിൻ്റെ നടുക്കൂടെ പോകുന്ന ഒരു ലൈൻ ഉണ്ട്, അതായത് ഭൂമിനെ കറക്റ്റ് നടുക്ക്, അതിന് മുകളിലേക്ക് നോർത്തേൺ ഹെമിസ്ഫിയർ, താഴേക്ക് സദേൺ ഹെമിസ്ഫിയർ, അങ്ങനെ മുറിക്കുന്ന ഒരു ലൈൻ ഉണ്ട്. ഈ ലൈനിൻ്റെ പേരാണ് പേരെന്താ? ജിയോഗ്രഫിക് ഇക്വേറ്റർ. ഇതിൻ്റെ പേരാണ് ജിയോഗ്രഫിക് ഇക്വേറ്റർ. ഓക്കെ ആണല്ലോ? അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ മാഗ്നറ്റിക് പ്ലെയിൻ അല്ലേ? ഇതാണ് നമ്മുടെ മാഗ്നറ്റിക് പ്ലെയിൻ. അങ്ങനെയുള്ള മാഗ്നറ്റിക് പ്ലെയിനിൻ്റെ നടുക്കൂടെ കടന്നു പോകുന്ന ഒരു ലൈൻ ഉണ്ട്. കാരണം ഇങ്ങനെയാണ് മാഗ്നറ്റിക് പ്ലെയിൻ അല്ലേ? അതാണ് ലൈൻ. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? മാഗ്നറ്റിക് ഇക്വേറ്റർ. അതിനെ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റിക് ഇക്വേറ്റർ. മനസ്സിലായോടാ? അതിനെ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റിക് ഇക്വേറ്റർ. അത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഇനി അടുത്തൊരു കാര്യം, നിങ്ങൾക്കറിയാം മാഗ്നറ്റിക്കിന്, ഇപ്പം നമ്മുടെ ഭൂമി ഇങ്ങനെയാണ് മാഗ്നറ്റിക്കിൻ്റെ ലൈൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ വെച്ച് ഞാനൊരു പ്ലെയിൻ വെച്ച് ഭൂമിനെ മുറിക്കുകയാണ്, ഒരു പ്ലെയിൻ. ഓക്കെ, അപ്പോൾ ഒരു പ്ലെയിൻ അത് വരച്ച കോളായി പോകും, അതുകൊണ്ട് ഞാൻ വരയ്ക്കാത്ത ഇങ്ങനൊരു പ്ലെയിൻ എന്ത് ചെയ്യാണ് വെച്ച് നമ്മൾ ആ ഒരു മാഗ്നറ്റിക് ലൈൻ്റെ എലോങ് മുറിക്കുകയാണ്. അതിനെ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റിക് മെറിഡിയൻ. അതുപോലെ തന്നെ നമ്മുടെ ജിയോഗ്രഫിക്കൽ ലൈനിലൂടെ പോകുന്നതിനെ വിളിക്കുന്ന പേരാണ് ജിയോഗ്രഫിക് മെറിഡിയൻ. ഓക്കെ ആണല്ലോ? സോ അങ്ങനെ നമ്മൾ എല്ലാ ആസ്പെക്ട് ഓഫ് ജിയോ മാഗ്നറ്റിസം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കിത് മനസ്സിലായോ കുട്ടികളെ? ഇത് മനസ്സിലായോ? ഒന്ന് പറയുക, ഡിഡ് യു ഗൈസ് അണ്ടർസ്റ്റാൻഡ് ദിസ് സ്റ്റഫ്? ഇത് നിങ്ങൾ മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾ ജിയോ മാഗ്നറ്റിസം കഴിച്ചിലായി എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ റിപ്പീറ്റർ, ഫസ്റ്റ് ടൈം റിപ്പീറ്റർ, ഫ്രഷർ ഇസ് ഹിയർ. ഓക്കെ, ഫൈൻ. എല്ലാ തരത്തിലുള്ള ആൾക്കാരും ഉണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് അറിയാലോ, നീറ്റ് ഈസ് കമ്മിങ് ഇൻ 28 days അല്ലേ? നമുക്കിനി 20 ദിവസം കൂടിയുള്ളൂ നമ്മുടെ നീറ്റിന്. അവസാനത്തെ 20 ദിവസങ്ങളാണ്.
അപ്പോൾ നമ്മൾ ഇനി ഉള്ള സമയത്ത് എന്ത് ചെയ്യുക, എല്ലാ ദിവസവും അറ്റ്ലീസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. ഫ്രഷേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, റിവിഷൻ ഒന്നും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മാക്സിമം എന്തായാലും നമുക്ക് ഇൻ കേസ് കിട്ടിയില്ലെങ്കിലും ദാറ്റ്സ് ഓക്കെ അല്ലേ, നമുക്ക് റിപ്പീറ്റേഴ്സ് പ്രോഗ്രാം ഒക്കെ ഉണ്ട്. യു ക്യാൻ ബേസിക്കലി ഡു എ റിപ്പീറ്റ് ആൻഡ് ഡെഫിനറ്റ്ലി ഗെറ്റ് എ സീറ്റ് ഇൻ യുവർ ഡ്രീം മെഡിക്കൽ കോളേജ്. അല്ലാത്തവർക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് റിവൈസ് ചെയ്യാം, പ്രോപ്പറായിട്ട് റിവിഷൻ കൊടുക്കാം. ഒരു ദിവസം ഒരു 4-5 ചാപ്റ്റർ വെച്ച് റിവൈസ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു ദിവസം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുക. ഓക്കെ ആണല്ലോ, ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്നതേ ഉള്ളൂ. ഓക്കെ ആണല്ലോ, അല്ലാണ്ട് ഇത് അത്രയും വലിയ പേടിക്കേണ്ട സാധനങ്ങളൊന്നുമല്ല. ഒന്ന് മനസ്സിരുത്തി പഠിക്കുകയാണെങ്കിൽ എല്ലാവർക്കും കിട്ടും. ഓക്കെ ഫൈൻ. യെസ് സർ, ക്ലിയർ ആയി. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ട്. സോ ഹാപ്പി ടു ഹിയർ ദാറ്റ്. ഓക്കെ ഫൈൻ. സോ പിന്നെ ഞാൻ കുറച്ച് ഇതിനൊന്നും ആവശ്യമില്ലല്ലോ. എന്താ ജോഗ്രഫിക് ആക്സിസ്, എന്താണ് ജോഗ്രഫിക് മെറിഡിയൻ, ഒക്കെ കറക്റ്റ് ചെയ്യാൻ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ് കേട്ടോ. ഓക്കെ, എന്താ ജോഗ്രഫിക് ഇക്വേറ്റർ എന്നൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. ബട്ട് നിങ്ങൾക്ക് ഇതൊക്കെ അറിയുന്ന കാര്യമാണ് അല്ലേ. എന്താണ് നോർത്തേൺ ഹെമിസ്ഫിയർ, എന്താണ് സദേൺ ഹെമിസ്ഫിയർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. ഓക്കെ ആണല്ലോ, മനസ്സിലായല്ലോ, ഗ്രേറ്റ്. ഇനിയാണ് നമ്മൾ വരുന്നത് ആംഗിൾ ഓഫ് ഡിക്ലിനേഷൻ. എന്താണ് ആംഗിൾ ഓഫ് ഡിക്ലിനേഷൻ? ഞാൻ ഓൾറെഡി പറഞ്ഞു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു നമ്മുടെ ഭൂമിയുടെ ജോഗ്രഫിക് ആക്സിസ് ഇങ്ങനെയും മാഗ്നറ്റിക് ആക്സിസ് ഇങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനൊരു പ്ലെയിൻ, ഇങ്ങനൊരു പ്ലെയിൻ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ രണ്ട് പ്ലെയിൻ തമ്മിലൊരു ആംഗിൾ ഉണ്ട്, ശരിയാണല്ലോ. ആ ആംഗിളിനാണ് ആംഗിൾ ഓഫ് ഡിക്ലിനേഷൻ എന്ന് വിളിക്കുന്നത്. മനസ്സിലായല്ലോ. നേഹ എമ്മിന് ബോറടിക്കുന്നു. എന്ത് പറ്റി നേഹ ബോറടിക്കാൻ? നമുക്ക് വേറെ എന്തെങ്കിലും, നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടോ, എന്നെക്കുറിച്ച് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? കാരണം ഇതിപ്പോൾ ചാപ്റ്റർ ആണല്ലോ അല്ലേ. നമ്മളിപ്പോൾ എന്താ ചെയ്യുക, നമുക്കിപ്പോൾ അറിയുന്ന കാര്യങ്ങളല്ലേ നമുക്ക് പറയാൻ പറ്റുക. എന്തെങ്കിലും എക്സ്ട്രാ കാര്യങ്ങൾ എന്തെങ്കിലും ഷെയർ ചെയ്യണം, എന്തെങ്കിലും പറയണമെങ്കിൽ ഡെഫിനറ്റ്ലി സേ. അപ്പോൾ എന്താണ് ആംഗിൾ ഓഫ് ഡിക്ലിനേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ദിസ് ഇസ് അവർ ജോഗ്രഫിക് മെറിഡിയൻ, ദിസ് ഇസ് അവർ മാഗ്നറ്റിക് മെറിഡിയൻ. അപ്പോൾ ഈ രണ്ട് മെറിഡിയൻസിനിടയ്ക്കുള്ള ആംഗിളിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ആംഗിൾ ഓഫ് ഡിക്ലിനേഷൻ എന്ന് പറയുന്നത്. ശരിയാണല്ലോ. സോ ദിസ് ഇസ് ദ ആംഗിൾ ബേസിക്കലി ബിറ്റ്വീൻ യുവർ ജോഗ്രഫിക് മെറിഡിയൻ ആൻഡ് മാഗ്നറ്റിക് മെറിഡിയൻ. ഓക്കെ ആണല്ലോ, ഫൈൻ, ഗ്രേറ്റ്. അടുത്തത് എന്താണ് ആംഗിൾ ഓഫ് ഡിക്ലിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോറി, this is angle of declination, and this is not angle of declination, this is angle of dip. This is angle of dip. എന്താണ് ആംഗിൾ ഓഫ് ഡിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ശ്രദ്ധിച്ചേ, ആംഗിൾ ഓഫ് ഡിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല. ആംഗിൾ ഓഫ് ഡിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ഭൂമിയിൽ നമുക്ക് ഒരു ഹൊറിസോണ്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, ഒരു വെർട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ശരിയാണല്ലോ. വി ഹാവ് എൻ ഹൊറിസോണ്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് എ വെർട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ്. അതിൻ്റെ ഒരു റിസൾട്ടൻ്റ് മാഗ്നറ്റിക് ഫീൽഡ് ഡെഫിനറ്റ്ലി ഉണ്ട് അല്ലേ. അപ്പോൾ ആംഗിൾ ഓഫ് ഡിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇറ്റ് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ഹൊറിസോണ്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് നെറ്റ്. അതായത് ഹൊറിസോണ്ടൽ മാഗ്നറ്റിക് ഫീൽഡും നെറ്റ് മാഗ്നറ്റിക് ഫീൽഡും ഇടയ്ക്കുള്ള ഒരു ആംഗിൾ. ആ ആംഗിളിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ആംഗിൾ ഓഫ് ഡിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ ദാറ്റ് ഈസ് റിഗാർഡിംഗ് ദി ആംഗിൾ ഓഫ് ഡിപ്പ്. ഓക്കെ, so that is regarding the angle of dip. ഇനി ഹൊറിസോണ്ടൽ കോമ്പണന്റ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ്. ഇടയ്ക്ക് അങ്ങനെ കുറച്ച് മോട്ടിവേഷൻ തന്നെ. ആക്ച്വലി ഒരുപാട് പേര് ചോദിക്കുന്നതാണ് ഇപ്പോൾ മോട്ടിവേഷൻ. ലൈക്ക് എല്ലാവരും ഒരുപോലെ ചോദിക്കുന്ന കാര്യമാണ്, സർ മോട്ടിവേഷൻ. അത് പറയുമ്പോൾ ഐ ഹാവ് ടു സേ സംതിങ്. കാരണം അത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് വോണ്ട് ബി ട്രൂ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഇപ്പം നമ്മൾ ഓരോ ദിവസവും രാവിലെ എണീറ്റ് പഠിക്കും അല്ലേ. ഒരുപാട് പേര് പറയുന്ന കാര്യമാണ്, ഒരു വർഷമായിട്ട് പഠിക്കുകയാണ് സർ, ഇനിയും പഠിക്കാൻ പറ്റുന്നില്ല, ആകെ ബോറടിയാണ്, എങ്ങനെയാണ് ഇനി പഠിക്കുക? കാരണം ഒരുപാടായി പഠിക്കുന്നു, പഠിച്ച കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പഠിക്കുകയാണ്, എങ്ങനെയാണ് പഠിക്കാൻ ഒരു പിടുത്തവും കിട്ടുന്നില്ല, പഠിക്കുന്നൊന്നും ഓർമ്മ കിട്ടുന്നില്ല. അപ്പം ഞാനൊക്കെ ആക്ച്വലി റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഞാനൊക്കെ ആക്ച്വലി വീട്ടിൽ നിന്ന് മാറി ഒരു ഹോസ്റ്റലിൽ നിന്ന് റൂമിലിരുന്ന് റിപ്പീറ്റ് ചെയ്യായിരുന്നു. നമുക്കപ്പോൾ ആക്ച്വലി മോട്ടിവേഷൻ തരാനോ അങ്ങനെയൊന്നും ആരും ഉണ്ടാവില്ല. വല്ലപ്പോഴും ക്ലാസ് ടീച്ചർ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നല്ലാണ്ട് റെഗുലറായിട്ടൊരു മോട്ടിവേഷൻ തരാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം എന്താ അറിയോ, നമ്മൾ എപ്പോഴും എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അത് ചെയ്തതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടുന്നു എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ചെറുപ്പത്തിലൊക്കെ കടയിൽ പോകുന്ന സമയത്ത് അമ്മ പറയും പാല് വാങ്ങി വരാൻ പറയും, അല്ലെങ്കിൽ മുട്ട വാങ്ങിയിട്ട് വരാൻ പറയും, അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങിയിട്ട് വരാൻ പറയും. അപ്പോൾ പറയും അമ്മ ഞാൻ പോവില്ല. അപ്പം അമ്മ പറയും ഒരു 2 രൂപ കയ്യിൽ വെച്ചിട്ട് പറയും മോൻ പോയിട്ട് വരുമ്പോൾ 2 മിഠായി മേടിച്ചോ എന്ന് പറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഓക്കെ മിഠായി കിട്ടുമല്ലോ, ഞാൻ പോയി മേടിച്ചിട്ട് വരാം. അങ്ങനെ വിചാരിച്ചിട്ട് മിഠായി അങ്ങനെ മേടിച്ച് സാധനം മേടിക്കുന്നവരാണ് നമ്മൾ പലരും. അതായത് നമുക്കെപ്പോഴും എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടും, ഒരു ഹാപ്പി ആയിട്ടുള്ള എന്തെങ്കിലും ഒരു എൻഡിങ് ഉണ്ടെന്ന് വിചാരിച്ചിട്ടായിരുന്നേ. പക്ഷെ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ മക്കളെ, ഈ നീറ്റ് എഴുതി റിസൾട്ട് വരുന്നതിലൂടെ
നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ആ വലിയൊരു ഓപ്പർച്യൂണിറ്റി, അതായത് പേരിൻ്റെ മുന്നേ ഡോക്ടർ എന്നുള്ളൊരു പ്രിഫിക്സ്, വീട്ടിലെ അമ്മ അച്ഛനൊക്കെ പറയുമ്പോൾ എൻ്റെ മകൻ മകൾ MBBS പഠിക്കുകയാണ്, ഡോക്ടർ ആവാൻ പോവാണ്. ലൈക്ക് ജസ്റ്റ് തിങ്ക് ഹൗ വെൽ യുവർ ലൈഫ് ഈസ് ചേഞ്ചിങ് അല്ലേ. നമ്മളിങ്ങനെ സ്റ്റെപ്പ് വെച്ച്, നിങ്ങളൊക്കെ വിചാരിച്ചില്ലേ സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ എന്താണ് കേൾക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഒന്നും മനസ്സിലാവേണ്ട ഇങ്ങനെ സാറുമാർ ഇങ്ങനെയൊക്കെ എഴുതുന്ന സമയത്ത് എന്താണ് ഇവർ എഴുതുന്നത് എന്ന് എന്തെങ്കിലുമൊക്കെ അറിയാൻ ശ്രമിച്ചിട്ടില്ലേ? ശരിയല്ലേ? അപ്പോൾ അങ്ങനെയുള്ള, അതായത് നമ്മുടെ ആഗ്രഹം, അല്ലെങ്കിൽ എത്രയോ വളരെ ചുരുക്കം പേര് മാത്രം എത്തിപ്പെടുന്ന ഒരു നോബിൾ പ്രൊഫഷനാണ് MBBS അല്ലേ. അപ്പോൾ അതിലേക്ക് എത്താൻ വേണ്ടിയുള്ള നമ്മുടെ ഈ ഒരു ജേണിയാണ് റിപ്പീറ്റ് എന്ന് പറയുന്നത്. അതിനിടയ്ക്ക് മടുക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആൻഡ് ദാറ്റ് ഈസ് നോർമൽ. നമ്മൾ മനുഷ്യന്മാരാണ്. അപ്പോൾ എന്തായാലും ചില സമയത്ത് നമുക്ക് ഇട്ടേച്ച് പോകാൻ തോന്നും, ചില സമയത്ത് പഠിക്കേണ്ടതെന്ന് തോന്നും. ആൻഡ് ദാറ്റ് ഈസ് ക്വയറ്റ് നോർമൽ. ഞാൻ ആരെയും കംപ്ലയിൻ്റ് ഒന്നും പറയില്ല. കാരണം നമ്മളാരും സെൽഫ് മോട്ടിവേറ്റഡ് ഇന്നിരുന്ന് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാമെന്ന് വിചാരിക്കുന്നവരല്ല. ഇടയ്ക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. പക്ഷെ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് കിട്ടിക്കഴിഞ്ഞാൽ, അതായത് ജൂലൈ 17 നീറ്റ് എക്സാം എഴുതി പുറത്തേക്ക് വരുമ്പോൾ 600-ൽ കൂടുതൽ മാർക്ക് കൊണ്ടാണ് നിങ്ങൾ പുറത്തേക്ക് വരുന്നതെങ്കിൽ, നിങ്ങൾ അടുത്ത മാസം നിങ്ങൾ ഏതെങ്കിലും ഒരു കോളേജിൽ ഗവൺമെൻറ് സീറ്റിൽ ഒരു MBBS അഡ്മിഷൻ എടുക്കുകയാണ് മക്കളെ. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചു, യുവർ ലൈഫ് ഇസ് സെറ്റിൽഡ്. ശരിയാണോ? പിന്നെ യു ആർ ദി നെക്സ്റ്റ് ഡോക്ടർ. ഇപ്പോൾ നമ്മൾ പറയും ഓരോ സമയത്ത്, ഇപ്പോൾ അത് ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ, ഗുഡ് തിങ്സ് കം വിത്ത് ഗ്രേറ്റ് സാക്രിഫൈസസ്. നമ്മൾ ഒരുപാട്, ഇപ്പോൾ നിങ്ങൾ ഏതൊരു വലിയ ആളോട് ചോദിക്കുകയാണെങ്കിലും അവരെല്ലാവരും അവരുടെ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ഒരു കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അവർക്ക് എല്ലാവർക്കും കഷ്ടപ്പാടിനൊരു കഥ പറയാനുണ്ടാവും. കാരണം കഷ്ടപ്പെട്ടവർ മാത്രമേ എവിടെയെങ്കിലുമൊക്കെ എത്തിയിട്ടുള്ളൂ. നമുക്കിഷ്ടമുള്ള പോലെ നിൽക്കുകയാണ്, നമുക്കിഷ്ടമുള്ള പോലെ ഫുഡ് കഴിച്ച്, നമുക്കിഷ്ടമുള്ള സമയത്ത് ഉറങ്ങി, അതുകൊണ്ടൊന്നും ആരും എവിടെയും എത്തിയിട്ടില്ല. ഇറ്റ്സ് ഓൾ അബൌട്ട് ഹൗ മച്ച് വി വർക്ക്. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും, ഇപ്പോൾ ഞാൻ റിപ്പീറ്റിൻ്റെ സമയത്ത് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ആകെ 2-3 ദിവസമേ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി സമയമൊക്കെ അവിടെ തന്നെയായിരുന്നു. അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ടുകൊണ്ട് ഐ വാസ് ഏബിൾ ടു റീച്ച് ചെയ്യാൻ. അങ്ങനെ എത്തിയതുകൊണ്ട് ഇവിടെ ഇരിക്കാനും നിങ്ങളോട് സംസാരിക്കാനുള്ള ഭാഗ്യം ഉണ്ടായി അല്ലേ. നാളെ അതേപോലെ, ഇപ്പോൾ ഞാൻ ഫൈനൽ ഇയർ കഴിഞ്ഞ് പോയി, അടുത്ത ഡോപ്പയിൽ വന്ന് ക്ലാസ് എടുക്കേണ്ടത്, ഡോപ്പയിൽ നിങ്ങളാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ശരിയല്ലേ? അപ്പോൾ അങ്ങനെ നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് യു ഗായ്സ് ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഹാപ്പനിങ്. നിങ്ങളാണ് ഇതിനെ പൊക്കിക്കൊണ്ട് വരേണ്ടത്. ശരിയല്ലേ? സോ ദിസ് ഇസ് ലൈക്ക് ജസ്റ്റ് സഫർ നൗ. നിങ്ങളിപ്പോൾ കഷ്ടപ്പെടുക, then you can enjoy later. I think വൈഷ്ണവ് കറക്റ്റ് ഇട്ടുണ്ട്, സഫർ നൗ എൻജോയ് ലേറ്റർ. യെസ്, ദാറ്റ്സ് എ റൈറ്റ് നൗ. അപ്പോൾ നിങ്ങളിപ്പോൾ കൊടുക്കുന്ന ഓരോ കാര്യവും ഒന്നും ഒരിക്കലും വേസ്റ്റ് ആവില്ല. ഓക്കെ ആണല്ലോ? ആൻഡ് ദ ബെസ്റ്റ് തിങ് യു ഹാവ് ടു ഡു ഇസ് സെൽഫ് മോട്ടിവേഷൻ. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, യു ഹാവ് ടു മോട്ടിവേറ്റ് യുവർ സെൽഫ്. കാരണം ഇപ്പം ഞാൻ ഇപ്പോൾ പറഞ്ഞൊരു 10 മിനിറ്റിൽ മോട്ടിവേറ്റ് ചെയ്തു, അതിൻ്റെ ഒരു മോട്ടിവേഷൻ 2 ദിവസം ഉണ്ട്, അത് കഴിഞ്ഞാൽ പോയി. അങ്ങനെ കാര്യമല്ല. നിങ്ങളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യണം. എന്തിനാണ് പഠിക്കുന്നത് നിങ്ങളോട് പറയാം, ഇത് പഠിക്കുന്നത് എനിക്ക് വേണ്ടിയാണ്, ഇത് പഠിച്ച് കിട്ടുന്ന MBBS എനിക്കാണ്, ഇത് അമ്മയോ ഞാനോ ഒന്നുമല്ല ജപം, ഇത് നിങ്ങൾക്കുള്ളതാണ്. ഇത് നിങ്ങൾ ഏത് പോയിന്റിൽ മനസ്സിലാവുന്നു ആ സമയം നിങ്ങൾ രക്ഷപ്പെടും. മനസ്സിലായോടാ? സോ ആ ഒരു കാര്യം മാത്രം നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ദെൻ യു ഡോണ്ട് ഹാവ് ടു വറി എനിത്തിങ് അബൌട്ട് ഇറ്റ്. സോ അത്ര കാര്യങ്ങൾ പഠിച്ചാൽ തന്നെ യു വിൽ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ലൈക്ക് ദ ഹോൾ തിങ് വിച്ച് യു ഡിഡ് മേക്ക് സെൻസ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്തിനാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് എന്നുള്ളതൊക്കെ. ഓക്കെ ആണോ? സോ ആ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഐ ഹോപ്പ് എവ്രി വൺ വിൽ സ്റ്റാർട്ട് സ്റ്റഡിങ് ഫ്രം നൗ. ഓക്കെ, പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ആവശ്യം, നിങ്ങളൊക്കെ പഠിക്കുന്നവരാണ്. കാരണം ബാക്കിയുള്ള ഒരു കുട്ടികളൊക്കെ ഉറങ്ങുന്ന സമയമാണോ 10 മണിയൊക്കെ ആയി കഴിഞ്ഞാൽ, അപ്പോഴൊക്കെ നിങ്ങളിവിടെ ലൈവ് ഉണ്ട് ആൻഡ് യു ആർ വാച്ചിങ് മൈ സ്ട്രീം അല്ലേ. അപ്പോൾ യു ഗായ്സ് ആർ എലിജിബിൾ ഫോർ എ മെഡിക്കൽ സീറ്റ്, ടു ബി ഫ്രാങ്ക്ലി സ്പീക്കിംഗ്. ഓൾ യു ഹാവ് ടു ഡു ഇസ് just work a little more and grab the like your dream seat in the medical college which you want to go. Okay ആണല്ലോ? സോ അത്രയാണ് പറയാനുള്ളത്. എല്ലാവരും നന്നായിട്ട് പഠിക്കാം. ഓക്കെ, സോ കമ്മിങ് ബാക്ക് ടു അവർ ടോപ്പിക്, എന്താണ് നമുക്ക് പഠിക്കാനുള്ളത് അടുത്തത്? ഓക്കെ, വാട്ട് ഈസ് ഇറ്റ്? ഹൊറിസോണ്ടൽ കോമ്പോണന്റ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ്. ഞാൻ പറഞ്ഞു ദിസ് വാസ് ഇറ്റ് അല്ലേ. അപ്പോൾ ഇത് കണ്ടാൽ മനസ്സിലാവും നമുക്ക് ഇത് ബി ആണ്, ഇത് തീറ്റയാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. തീറ്റയുടെ അടുത്ത് വരുന്ന ഒരു കോസ് തീറ്റയാണ് അല്ലേ. സോ BH എന്ന് പറയുന്നത് ബി കോസ് തീറ്റയാണ്. അതുപോലെ തന്നെ ബി വെർട്ടിക്കൽ എന്ന് പറയുന്നത് ബി സൈൻ തീറ്റയാണ്. ശരിയാണല്ലോ? അതുപോലെ ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താടാ? അല്ലെങ്കിൽ ഇതിനങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി. ഇതിനങ്ങ് ഡിവൈഡ് ചെയ്യുക. അതായത് BV/BH എന്താ കിട്ടുക? ബി സൈൻ തീറ്റ ബൈ ബി കോസ് തീറ്റ. ശരിയാണല്ലോ? ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ. അഥവാ BV/BH എന്ന് പറയുന്നത് എത്രയാടാ? BV/BH എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റയാണ്. അതുപോലെ തന്നെ ബി എന്ന് പറയുന്നത് റൂട്ട് ഓഫ്
BH² പ്ലസ് BV² ആണ് കേട്ടോ. B is equal to BH² പ്ലസ് BV². പഠിച്ചു വരുമ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് വരുന്നത് ഭയങ്കര കഷ്ടമാണ്. അത് എപ്പോഴും സംഭവിക്കില്ല. അപ്പോൾ മഴക്കാലമൊക്കെ അല്ലേ, അതിൻ്റെ ആയിരിക്കും. സോ വീട്ടിലത്തെ വെള്ളം കുടിക്കുക, പുറത്തെ ഫുഡ് ഒഴിവാക്കുക, നല്ല ഫുഡ് കഴിക്കുക. നല്ല ഫുഡ് എന്ന് പറഞ്ഞാൽ ചിക്കൻ ബിരിയാണി അങ്ങനെയല്ല, നല്ല ഫുഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചോറ്, കറി, അന്ന് ഉണ്ടാക്കിയ ഫുഡ് കഴിക്കുക, പഴയ ഫുഡ് കഴിക്കാണ്ടിരിക്കുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഒരുപാട് നിങ്ങളുടെ ഇഷ്യൂസ് കുറയും. ഓക്കെ ആണല്ലോ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ? ഒന്ന്, മാഗ്നറ്റിക് പോൾസ്. അതായത് നമ്മുടെ മാഗ്നറ്റിക് പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിക് സൗത്ത് പോൾ ഉള്ളത് ജോഗ്രഫിക് നോർത്ത് പോളാണ്, മാഗ്നറ്റിക് നോർത്ത് പോൾ ഉള്ളത് ജോഗ്രഫിക് സൗത്ത് പോളാണ്. അതുപോലെയുള്ള അവിടെ θ 90° ആണ്. ഓക്കെ ആണല്ലോ. നമ്മളിങ്ങനെ സൗത്ത് പോളിലേക്ക് വരുന്നതോടെ ആംഗിൾ കൂടി ഇവർ പരസ്പരം പെർപെൻഡിക്കുലർ ആവും. അപ്പോൾ എന്ത് പറ്റും? BH 0 അല്ലെങ്കിൽ മിനിമം ആയിരിക്കും. അപ്പോൾ മനസ്സിലാക്കുക, നമ്മുടെ ഹൊറിസോണ്ടൽ കോമ്പണന്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് 0 ആവുന്ന എവിടെയാണ്? മാഗ്നറ്റിക് പോൾസിലാണ് കേട്ടോ. ഇറ്റ് ബിക്കം 0 അറ്റ് മാഗ്നറ്റിക് പോൾസ്. ഓക്കെ ആണല്ലോ. അവിടെ എന്ത് പറ്റും? BV മാക്സിമം ആയിരിക്കും. ഓക്കെ ആണല്ലോ. അടുത്ത കാര്യം എന്താണ്? റിഗാർഡിങ് മാഗ്നറ്റിക് ഇക്വേറ്റർ. എന്താണ് മാഗ്നറ്റിക് ഇക്വേറ്ററിൽ സംഭവിക്കുന്നത്? മാഗ്നറ്റിക് ഇക്വേറ്ററിൽ θ 0° ആണ്. സമ്മതിച്ചല്ലോ. അപ്പോൾ എന്തായിരിക്കും? BH മാക്സിമം ആയിരിക്കും, BV മിനിമം ആയിരിക്കും. ഈ കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. മാഗ്നറ്റിക് പോൾ എന്ത് സംഭവിക്കുന്നു? മാഗ്നറ്റിക് ഇക്വേറ്ററിൽ എന്ത് സംഭവിക്കുന്നു? ഓക്കെ ആണല്ലോ. ഫൈൻ. പക്ഷേ ഞാൻ AC ചാപ്റ്റർ ഇതുവരെ തൊട്ടിട്ടില്ല. ആ ചാപ്റ്റർ എടുക്കുമ്പോൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തെടുക്കുക. ഡെഫിനറ്റ്ലി നമ്മൾ AC ഒക്കെ എടുക്കുന്ന സമയത്ത് കുറച്ച് ടൈം എടുത്ത് ഒരു 2 hour കൊണ്ട് തന്നെ നല്ല എലാബറേറ്റ് ചെയ്ത് തന്നെ പഠിപ്പിക്കാൻ നോക്കാം കേട്ടോ. നോ ഇഷ്യൂസ്, പഠിപ്പിക്കാം. അത് ആക്ച്വലി നിങ്ങൾ ആക്റ്റീവ് ആണെങ്കിൽ ഇഷ്ടം പോലെ പഠിപ്പിക്കണം. ആക്ച്വലി നിങ്ങളൊന്നും മിണ്ടുന്നില്ല, നിങ്ങളുടെ ഒട്ടും റെസ്പോൺസിബിലിറ്റിയാണ് എനിക്കും മടുത്തു പോകുക. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ഇപ്പം ഞാൻ എപ്പോഴും പറയില്ല, ദിസ് ഇസ് ആക്ച്വലി എ റിയലി ബാഡ് തിങ് അബൌട്ട് യൂട്യൂബ്. അതായത് നിങ്ങൾക്ക് എന്നെ കാണാം, ഞാൻ പറയുന്നത് കേൾക്കാം, ലൈക്ക് യു ഗൈസ് ആർ സീയിങ് മീ. ബട്ട് എന്നെ സംബന്ധിച്ച് എൻ്റെ മുന്നിൽ ആകെയുള്ളതൊരു ക്യാമറയുടെ ലെൻസ് മാത്രമാണ്, വേറെ ഒന്നുമില്ല. ആൻഡ് ദ ഓൺലി വേ ഐ ക്യാൻ ഇൻട്രാക്ട് യു ഈസ് ത്രൂ ദിസ് ചാറ്റ് സെക്ഷൻ. അപ്പോൾ നിങ്ങൾ എന്നോട് ചാറ്റിലൂടെ എന്തെങ്കിലുമൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഐ വിൽ ബി ഏബിൾ ടു ഹെൽപ്പ് യു. എനിക്കിങ്ങനെ സംസാരിക്കാൻ പറ്റും, ഓരോ കാര്യങ്ങൾ പറയാൻ പറ്റും. അല്ല നേരെ മറിച്ച് നിങ്ങളിതൊന്നും ചെയ്യുന്നില്ല, അപ്പോൾ എനിക്കെന്താ ലെൻസിൽ സംസാരിക്കുന്ന പോലെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ പോയിരുന്നിട്ട് ലെൻസിനോട് ഇങ്ങനെ സംസാരിക്കാം, ഒരു 10 മിനിറ്റ് 20 മിനിറ്റ് സംസാരിക്കാം, പിന്നെ 30-50 ഒക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് മടുത്തു തുടങ്ങും, 1 മണിക്കൂർ ആകുമ്പോഴേക്കും നിർത്താൻ തോന്നും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുക, ഒന്ന് ചാറ്റ് ആക്റ്റീവ് ആക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളോ എത്ര വേണമെങ്കിലും ഐ ആം റെഡി ടു എക്സ്പ്ലെയിൻ. ഓക്കെ സർ, ഈ അനീമിയ പ്രോബ്ലം ആണോ? സോ വാട്ട് ഇസ് അനീമിയ? അതൊന്ന് പറഞ്ഞേക്കാം. അനീമിയ എന്താണ്? അനീമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ബോഡിയിൽ ബ്ലഡ് കുറയുന്ന കണ്ടീഷനാണ്. ഓക്കെ, ബ്ലഡ് കുറയുന്ന കണ്ടീഷനാണ്. നമ്മുടെ ബോഡിയിൽ ഹീമോഗ്ലോബിൻ ഉണ്ട് അല്ലേ? ഹീമോഗ്ലോബിനാണ് നമ്മുടെ ബ്ലഡിന് ചുവപ്പ് കളർ കൊടുക്കുന്നത്. ആ ഹീമോഗ്ലോബിൻ കുറയും. ചുവപ്പ് കളർ കുറയുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ അടിയിൽ എന്തുണ്ടാവും? നമ്മുടെ ലോവർ പാൽപെബ്രൽ കൺജങ്ക്റ്റൈവാണ് വിളിക്കുക, പോട്ടെ. അപ്പോൾ അവിടെ നോക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു വെള്ള കളർ പോലെ കണ്ടു തുടങ്ങും. പാലർ എന്നാണ് നമ്മൾ പറയാം. ആക്ച്വലി അതൊരു പ്രോബ്ലം ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, വല്ലാണ്ട് ഒരു 6-ൽ താഴെയൊക്കെ ഹീമോഗ്ലോബിൻ കുറയുകയാണെങ്കിൽ പ്രശ്നമാണ്. നമ്മൾ പെട്ടെന്ന് വേർക്കും, പെട്ടെന്ന് ക്ഷീണം ഉണ്ടാവും, പിന്നെന്താ പറയുക, ലൈക്ക് വേറെ കുറേ ഇഷ്യൂസ് ഉണ്ടാവും, പെട്ടെന്ന് തളരാനൊക്കെ തുടങ്ങും. സോ അങ്ങനത്തെ ചെറിയ ഇഷ്യൂസാണ്. കുഴപ്പമില്ല, അയൺ ടാബ്ലറ്റ്സ് റെഗുലറായിട്ട് എടുക്കുക, ഡോക്ടറിനെ കാണിക്കുക, ഹീമോഗ്ലോബിൻ ചെക്ക് ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള കറക്ഷൻസ് ചെയ്താൽ മതി കേട്ടോ. സർ, കുറേ പേര് ഡീമോട്ടിവേഷനാണ് ഡെസ്പ് ആകുന്നത്. അവർ പറയുന്നത് MBBS ലൈഫ് കഷ്ടപ്പാടാണ്, പ്രഷറൈസ്ഡ് പീരീഡാണ്. അയ്യോ, അങ്ങനെ പറയുന്നവരാണ് യു ജസ്റ്റ് ലുക്ക് അറ്റ് മീ. അപ്പോൾ അത്രയും പ്രഷറൈസ്ഡ് ആണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ വന്നിരിക്കുമോ? ഇറ്റ്സ് ഓൾ അബൌട്ട് ബീയിങ് ഹാപ്പി. ഇറ്റ്സ് അബൌട്ട് എൻജോയിങ് ദിസ് സ്റ്റഫ്. MBBS എളുപ്പമാണ് ഞാൻ പറയുന്നത്, ഇറ്റ്സ് ടഫ്. പക്ഷേ ഇഫ് യു ക്യാൻ എൻജോയ്, ലൈക്ക് നിങ്ങൾ ഇഷ്ടപ്പെട്ട് പഠിക്കുകയാണെങ്കിൽ ഒന്നും ബുദ്ധിമുട്ടാവില്ല. നിങ്ങളിത് ഭയങ്കര കഷ്ടപ്പെട്ട് ആർക്കോ വേണ്ടിയൊക്കെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കും. അല്ല, നിങ്ങൾ ആ ഒരു എൻജോയ്, ലൈക്ക് നോയിങ് അബൌട്ട് ദ ലൈഫ്, നോയിങ് അബൌട്ട് ദി ബോഡി, ഓരോ പ്രശ്നങ്ങളോട് വരുമ്പോൾ പേഷ്യൻ്റ് എന്താണ് പ്രശ്നം എന്ന് പറയുക, അങ്ങനെ നിങ്ങൾ എൻജോയ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നത്തിങ് വുഡ് ബി എ ഡിഫിക്കൽട്ട് ഫോർ യു ഡാ. അതുകൊണ്ട് നിങ്ങൾ ഒരു പേടിയും പേടിക്കണ്ട. MBBS ഇസ് ഫുൾ ഓഫ് എൻജോയ്മെൻറ്റ്. നിങ്ങൾക്ക് വേണമെങ്കിൽ യു ക്യാൻ, ഐ വിൽ സജസ്റ്റ് സം വീഡിയോസ്. കർമ്മ മെഡിക് പറഞ്ഞൊരു യൂട്യൂബ് ചാനലുണ്ട്, കർമ്മ മെഡിക്. പിന്നെ സാക് ഹൈലി, അനോജ് പച്ചേൽ, ഇങ്ങനെ കുറച്ച് യൂട്യൂബ് ചാനൽസൊക്കെ ഉണ്ട്. ഇവരുടെയൊക്കെ യൂട്യൂബ് ചാനൽസ് എടുത്ത് നോക്കി നോക്കും. ദേ ആർ ഓൾ ഡോക്ടേഴ്സ് മെഡിക്കൽ സ്റ്റുഡൻസ് ഒക്കെയാണ്. അപ്പോൾ അവരുടെ ലൈഫ് കാണുമ്പോൾ യു വിൽ ബി ലൈക്ക് മോർ മോട്ടിവേറ്റഡ് ടു ബിക്കം ഡോക്ടേഴ്സ്. ഓക്കെ ആണല്ലോ. അല്ലാണ്ട് അതങ്ങനത്തെ ഇതുണ്ട്. പിന്നെ ദർ ഇസ് അലി അബ്ദാൽ,
ഓക്കെ, അങ്ങനെ ഇവരുടെ കുറച്ച് ചാനൽസും കാര്യങ്ങളൊക്കെ കണ്ടാൽ മതി. എന്താ, യു വിൽ അണ്ടർസ്റ്റാൻഡ് ഹൗ ബ്യൂട്ടിഫുൾ ലൈഫ് ആസ് മെഡിക്കോ ഈസ്. ഓക്കെ ആണല്ലോ, അല്ലാണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഓക്കെ ഫൈൻ. അപ്പോൾ ഹൊറിസോണ്ടൽ കോമ്പണൻ്റ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് കഴിഞ്ഞു. അടുത്തുള്ളത് ടാൻജൻറ്റ് ഗാൽവനോമീറ്ററിനെ കുറിച്ചാണ്. ഓക്കെ ആണല്ലോ. സോ ടാൻജൻറ്റ് ഗാൽവനോമീറ്റർ എന്ന് പറഞ്ഞാൽ ആകെ നിങ്ങളോട് ചോദിക്കുന്ന ഒരു കാര്യം, വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ? ദിസ് ഈസ് ബേസ്ഡ് ഓൺ ടാൻജൻസ് ലോ. എന്താ ലോ എന്നൊന്ന് പഠിക്കേണ്ട, ജസ്റ്റ് മനസ്സിലാക്കുക. എന്തിനാണ് ഇത് യൂസ് ചെയ്യുന്നത്? ഫൈൻഡ് കറൻറ്റ്. രണ്ട് കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി. This works in the principle of tangents law. This is used to find current, and this is a moving magnet type galvanometer. This is a moving magnet type galvanometer. Okay ആണല്ലോ, fine. Yes, so that's regarding it. Okay ആണല്ലോ, so that is regarding the tangent galvanometer. ഓക്കെ, അടുത്തുള്ള ഒരു സാധനമാണ് വൈബ്രേഷൻ മാഗ്നറ്റോമീറ്റർ. വൈബ്രേഷൻ മാഗ്നറ്റോമീറ്റർ നിങ്ങൾ ആകെ അറിഞ്ഞിരിക്കേണ്ടത് വാട്ട് ഇസ് ദ ടൈം പീരിയഡ്. ടൈം പീരിയഡ് ടി ഈസ് ഈക്വൽ ടു ടു 2π into root of I by MBH. എന്ത് പറ്റി? ഓക്കെ, ഇവിടെ എഴുതാം. T is equal to 2π into root of I by MBH. ഓക്കെ ആണല്ലോ, T is equal to 2π into root of I by MBH. എന്താണ് ടാൻജൻ? ഈ ഒരു മീറ്റർ നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും. ഇതിൽ നമ്മൾ BH കാണാം, അതായത് ഹൊറിസോണ്ടൽ കോമ്പണൻ്റ് ഓഫ് എർത്ത്സ് മാഗ്നറ്റിക് ഫീൽഡ് കാണാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ് എന്ത്? വൈബ്രേഷൻ മാഗ്നറ്റോമീറ്റർ. ഞാൻ 12th പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരു പ്രൊജക്റ്റ് വർക്കായിട്ട് ഞാൻ ചെയ്യുന്ന ഈ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ നമ്മൾ ആ ഒരു സ്ഥലത്തുള്ള എർത്തിൻ്റെ, നമ്മുടെ മാഗ്നറ്റിക് എർത്തിൻ്റെ ഇത് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഏത്? ഹൊറിസോണ്ടൽ മാഗ്നറ്റിക് ഫീൽഡൊക്കെ കണ്ടുപിടിക്കേണ്ടായി കേട്ടോ. ഓക്കെ, ഞാൻ +2 കഴിഞ്ഞു, ഞാൻ NEET 2023 എഴുതാണ്. ബട്ട് എനിക്കറിയില്ല എന്ത് ചെയ്യണം. സിഫ ബിജു, പേടിക്കേണ്ട ആവശ്യമില്ല സിഫ, യു ഗിവ് എ ട്രൈ. അറിയുന്ന കാര്യങ്ങൾ വെച്ച് എഴുതുക. ഇല്ലെങ്കിൽ ദാറ്റ്സ് ഓക്കെ, കാരണം ഇപ്പോൾ എല്ലാവരും ഒരു തവണ റിപ്പീറ്റ് ചെയ്തൊക്കെ എഴുതുന്നതാണ്. യു ക്യാൻ ഡെഫിനറ്റ്ലി ടേക്ക് എ റിപ്പീറ്റ്. ഇപ്പോൾ നിനക്ക് തോന്നുകയാണ് നിനക്ക് എന്തായാലും 2023 ഈസ് യുവർ ഇയർ, അടുത്ത വർഷം നമുക്ക് അടിപൊളിയായിട്ട് എഴുതണം എന്ന് തോന്നുകയാണെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ജോയിൻ ഡോപ്പാസ് റിപ്പീറ്റേഴ്സ് പ്രോഗ്രാം. ഇപ്പോൾ ഡോപ്പിലെ റിപ്പീറ്ററൊക്കെ ആയിട്ട് ചേരാണ് ഡെഫിനറ്റ്ലി ഐ വിൽ ബി എ മെൻറ്റർ. അതായത് ഇപ്പോൾ നമ്മുടെ ബാച്ചിൽ ഇപ്പോൾ ഞാനാണ് ഒരു 40-60 കുട്ടികളോളം അവർക്ക് എല്ലാ ആഴ്ചയും മീറ്റിംഗ് വെക്കലും അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ ചെയ്യുന്നത് ഞാനാണ്. അപ്പോൾ ഞങ്ങളെപ്പോലെ ഒരുപാട് മെഡിക്കോസ് മെൻറ്റേഴ്സ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് നമുക്ക് കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലുണ്ട്. സോ യു ക്യാൻ കം ഹിയർ. നമ്മുടെ ഇതേപോലെ സ്റ്റോറീസ്, നമ്മുടെ കാര്യങ്ങൾ, പിന്നെ ഡോപ്പയുടെ കൈൻഡ് ഓഫ് ഒരു ഭയങ്കര എലാബറേറ്റ് ആയിട്ടുള്ള റിപ്പീറ്റിൻ്റെ പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാം. ഇപ്പോൾ ഇഫ് യു നീഡ്, നമ്മുടെ മെസ്സേജിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, യു ക്യാൻ കോൺടാക്ട്. സോ ഐ തിങ്ക് റിപ്പീറ്റ് വിൽ ബി എ ഗുഡ് ഓപ്ഷൻ ഫോർ യു അല്ലേ. ഒന്ന് മുന്നേ തന്നെ അങ്ങ് ജോയിൻ ചെയ്ത് ഇഫ് യു സ്റ്റാർട്ട് സ്റ്റഡി യു ക്യാൻ ഈസിലി ക്രാക്ക് നീറ്റ്. ഓക്കെ ആണല്ലോ, അല്ലാണ്ട് അതാലോചിച്ച് നിങ്ങൾ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഓക്കെ ആണല്ലോ. ഓക്കെ, ഈസ്നോഫീലിയ കൂടുന്നത് എങ്ങനെയാണ് കുറയ്ക്കുക? ഡോക്ടറെ കണ്ടാൽ മതി. ഈസ്നോഫീലിയ ഇസ് ബേസിക്കലി ഡ്യൂ ടു ആൻ ഇൻഫെക്ഷൻ. എന്തെങ്കിലും പനിയൊക്കെ വരുമ്പോഴാണ് ഈസ്നോഫീലിയ ഉണ്ടാവുക. ഡോക്ടറെ കാണിച്ചാൽ മതിയിട്ട് അവർ മരുന്ന് തരും. കുറച്ച് ഒരു ആൻറ്റിബയോട്ടിക്സ് നല്ല സ്റ്റാർട്ട് ചെയ്താൽ ശരിയാവുന്നേ ഉള്ളൂ. നേഹ, ഹീമോഗ്ലോബിൻ 8 ആണ്, കുഴപ്പമില്ല. ബട്ട് യു ഹാവ് ടു ഡെഫിനറ്റ്ലി ബ്രിങ് ഇറ്റ് എബവ് 11 കേട്ടോ. എങ്ങനെയെങ്കിലും 11 കൂടണം. പൊമഗ്രാനൈറ്റ് ഒക്കെ കഴിക്കുക. ഇത് ഡോക്ടറിൻ്റെ ക്ലാസ് ആവണ്ട, ദിസ് ഇസ് എ ഫിസിക്സ് ക്ലാസ് കേട്ടോ. പിന്നെ ഡോക്ടറെ കാണിക്കുക. മേ ബി കുറച്ച് അയൺ ടാബ്ലറ്റ്സ് ഒക്കെ തന്നാൽ ശരിയാവും. ഓക്കെ ആണല്ലോ, ഫൈൻ. ഓക്കെ സർ, 11.3 ഡിഗ്രി വരുന്ന ബിറ്റ്വീൻ ഏതൊക്കെ ആക്സസ് ആണ്? അത് ജോഗ്രഫിക്കൽ ആക്സസും മാഗ്നറ്റിക് ആക്സസും കേട്ടോ. സോ ഇഫ് ദിസ് ഇസ് യുവർ ജോഗ്രഫിക് ആക്സസ് ആൻഡ് ദിസ് ഇസ് യുവർ മാഗ്നറ്റിക് ആക്സസ്, ഈ ആംഗിളാണ് 11.3 ഡിഗ്രി കേട്ടോ. ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഓക്കെ, അടുത്തത് കമ്പാരിസൺ ഓഫ് മാഗ്നറ്റിക് മൊമെൻറ്റ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ടൈം പീരിയഡ് T ഈസ് ഈക്വൽ ടു 2π into root of I by MBH. ഓക്കെ ആണല്ലോ. സപ്പോസ് രണ്ട് മാഗ്നറ്റ് T ഈക്വൽ ടു 2π by T1 is equal to 2π into root of I by M1BH, T2 is equal to 2π into root of I by M2BH. അങ്ങനെയാണെങ്കിൽ എന്ത് കിട്ടും? T1 by T2 ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ റൂട്ട് ഓഫ് M2 by M1 കിട്ടും. അഥവാ M1 by M2 എന്ന് പറഞ്ഞാൽ T2 സ്ക്വയർ ബൈ T1 സ്ക്വയർ ആണ്.
So if the magnet size is equal, m1 by m2 is equal to t2 square by t1 square. Okay ആണല്ലോ. So m1 by m2 is equal to t2 square by t1 square. Okay ആണല്ലോ. Fine. So അതാണ് സെയിം മാഗ്നറ്റിൻ്റെ കാര്യം. ഇനി ഡിഫറെൻറ്റ് സൈസ്, അതാണ് നമുക്കറിയേണ്ടത് ഡിഫറെൻറ്റ് സൈസ്. അപ്പോൾ ഡിഫറെൻറ്റ് സൈസിന് രണ്ട് കോമ്പിനേഷൻ ഉണ്ട് കേട്ടോ, രണ്ട് കോമ്പിനേഷൻ ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് സം, അതായത് നോർത്ത് പോൾ സെയിം ആണ്, സൗത്ത് പോൾ സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ T1 is equal to 2 pi into root of I1 plus I2 by M1 plus M2 into BH. ഇതായിരിക്കും ഇതിൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് കേട്ടോ. T is equal to 2 pi into root of I1 plus I2 by M1 plus M2 into BH. ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തവണ നീറ്റ് എക്സാമിന് ഇതിനെ ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഓക്കെ ആണല്ലോ. ഇതാണ് ഡിഫറൻസ്, അതായത് ഒരു സ്ഥലത്ത് നോർത്ത്, ഒരു സ്ഥലത്ത് സൗത്ത്, ഒരു സ്ഥലത്ത് നോർത്ത്, ഒരു സ്ഥലത്ത് സൗത്ത്. അവിടെ T2 is equal to root of 2 pi into root of I1 plus I2 divided by M1 minus M2 into BH. ഓക്കെ ആണല്ലോ. ഇനി അതിനങ്ങ് ഡിവൈഡ് ചെയ്തേ. വാട്ട് ഈസ് T1 by T2? ദാറ്റ് ഈസ് M1 minus M2 by M1 plus M2ൻ്റെ റൂട്ട്. T1 by T2 is equal to M1 minus M2 by M1 plus M2. മനസ്സിലായോടാ? സോ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് കിട്ടാം? നിങ്ങൾക്ക് മാഗ്നറ്റിക് മൊമെൻ്റ് ഒക്കെ കണ്ടുപിടിക്കാൻ കഴിയും. മനസ്സിലായോ? സോ ദാറ്റ് ഈസ് റിഗാർഡിംഗ് ദി എർത്ത്സ് മാഗ്നറ്റിക് ഫീൽഡ്. ഇതൊരു തവണ നീറ്റിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യൻ ഞാൻ താഴെ ഡിസ്കസ് ചെയ്യുകയും ചെയ്യാം. സോ അതൊന്ന് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ ആണല്ലോ. സോ ജസ്റ്റ് അതൊന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, സോ ദാറ്റ് ഈസ് റിഗാർഡിംഗ് ദിസ് ടോപ്പിക്. അടുത്തൊരു കാര്യം എന്താണ്? കമ്പാരിസൺ ഓഫ് എർത്ത്സ് മാഗ്നറ്റിക് ഫീൽഡ്. അല്ലേ, എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് കമ്പയർ ചെയ്യാൻ. അത് വേറൊന്നുമില്ല, നിങ്ങൾക്കിപ്പോൾ രണ്ട് സൈഡിലെ മാഗ്നറ്റിക് ഫീൽഡ് തന്നിട്ടുണ്ട്, B1 B2. അത് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം T2 സ്ക്വയർ ബൈ T1 സ്ക്വയർ ഇപ്പുറത്തുണ്ട്. അതിനൊപ്പം തന്നെ എന്ത് ചെയ്താൽ മതി? ഒരു കോസ് θ2 ബൈ കോസ് θ1 ആഡ് ചെയ്താൽ മതി കേട്ടോ. ഒരു ഇക്വേഷനാണ്. നിങ്ങൾക്ക് രണ്ട് സൈഡിലെ എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് തന്നിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് കമ്പയർ ചെയ്യാനുള്ള ഒരു വഴി മാത്രമാണ് തന്നിട്ടുള്ളത്. ഓക്കെ ആണല്ലോ, മനസ്സിലായല്ലോ? ഗ്രേറ്റ്. അടുത്തൊരു കൺസെപ്റ്റാണ് ന്യൂട്രൽ പോയിന്റ്. എന്താണ് ന്യൂട്രൽ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ശ്രദ്ധിച്ചേ, ന്യൂട്രൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് സീറോ ആയിട്ടുള്ളൊരു പോയിന്റിനെ നീ വിളിക്കുന്ന പേരാണെന്ത്? ന്യൂട്രൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ. അതായത് ഒരു എന്താ പറയുക, ഒരു മാഗ്നറ്റിൽ എവിടെയാണോ മാഗ്നറ്റിക് ഫീൽഡ് സീറോ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ന്യൂട്രൽ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ന്യൂട്രലൈസ് ചെയ്തത്? ഞാൻ പറഞ്ഞു, ഒരു മാഗ്നറ്റിക് ഫീൽഡ് വന്നു, അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ആക്ട് ചെയ്യുമെന്ന് വിചാരിക്കുക. അങ്ങനെ എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് കാരണം ഒരു പോയിന്റിൽ ഒരു മാഗ്നറ്റ് ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് സീറോ ആവുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ന്യൂട്രൽ പോയിന്റ്. ന്യൂട്രൽ പോയിന്റിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇല്ലാത്തതുകൊണ്ട് ആ സ്ഥലത്ത് നീ കോമ്പസ് നീഡിൽ വെച്ച് എങ്ങോട്ട് തിരിച്ചാലും ആ പോയിന്റിൽ കോമ്പസ് നീഡിൽ വന്ന് നിൽക്കും. മനസ്സിലായോ? സോ ആ കാര്യങ്ങൾ പഠിച്ചിരിക്കാം. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ അപ്പോൾ ലൊക്കേഷൻ ഓഫ് ന്യൂട്രൽ പോയിന്റ്, അത് ഒരു കാര്യം എന്ന് പറയുന്നത്, ഒന്നിൽ നോർത്ത് പോൾ ഓഫ് മാഗ്നറ്റ് നമ്മുടെ ഭൂമിയുടെ നോർത്തിന് തന്നെ ചുറ്റിപ്പറ്റിയതിനാണ്. അതായത് നോർത്ത് പോൾ ഓഫ് മാഗ്നറ്റ് ഈസ് ടുവേർഡ്സ് ദി നോർത്ത് പോൾ ഓഫ് ഇത് ആര്? നമ്മുടെ എർത്ത്. അങ്ങനെയാണെങ്കിൽ എന്താ വരിക? അങ്ങനെയാണെങ്കിൽ അറ്റ് ന്യൂട്രൽ പോയിന്റ് BH is equal to μ0 by 4 pi m by y cube. മനസ്സിലായോ? സോ μ0 by 4 pi m by y cube. ഓക്കെ ആണല്ലോ, മനസ്സിലായല്ലോ? ഗ്രേറ്റ്. സോ y എന്ന് പറയുന്നത് ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് കേട്ടോ. അടുത്ത കാര്യം എന്ന് പറയുന്നത് എസ് പോള് നോർത്തിനെ സറൗണ്ട് ചെയ്താണ് നിൽക്കുന്നത്. ആ രണ്ട് കേസേ വരുള്ളൂ കേട്ടോ. എസ് പോൾ ഇസ് ഫേസിങ് ടുവേർഡ്സ് നോർത്ത്. ഓക്കെ ആണല്ലോ. അപ്പോൾ എസ് പോൾ ആണ് നോർത്തിനെ ഫേസ് ചെയ്യുന്നതെങ്കിൽ എന്ത് പറ്റും? μ0 by 4 pi 2m by x cube is equal to BH. μ0 by 4 pi 2m by x cube is equal to BH. ഇതൊക്കെ ആക്ച്വലി ചോദിച്ച് കാണുന്ന കുറവാണ്. ബട്ട് ഞാൻ ഇടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഥവാ നമ്മുടെ കഷ്ടകാലത്തിൽ എങ്ങനെ അവർ ചോദിക്കുകയാണെങ്കിൽ പഠിച്ചോട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ. സോ നോർത്ത് പോൾ സൗത്ത് പോൾ എങ്ങനെയാണ് വരുന്നതെന്ന് കൂടെ ജസ്റ്റ് പഠിച്ച് വെക്കുക കേട്ടോ. ഓക്കെ ആണോ? സോ നമ്മളിപ്പോൾ ജിയോ മാഗ്നറ്റിസം പഠിച്ചു, ന്യൂട്രൽ പോയിന്റ്സ് കാര്യങ്ങൾ പഠിച്ചു. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോടെ എല്ലാവർക്കും? ജസ്റ്റ് ഒന്ന് പറഞ്ഞേ, എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായെങ്കിൽ ഒരു എസ് പറയാ, ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അല്ലേ?
എന്താണ് നമുക്ക് തലതിരിഞ്ഞു വന്ന ക്വസ്റ്റ്യൻ. 2002 സംഭവിച്ചത്. 2 ബാർ മാഗ്നറ്റ് ഉണ്ട്, അവരുടെ മാഗ്നറ്റിക് മൊമെന്റ് m and 2m ആണ്. അതിൽ സെയിം സൈഡിൽ വെച്ചപ്പോൾ ഓസിലേഷൻ T1 ആണ്, അതായത് സം കോമ്പിനേഷൻ. സോ T1 is equal to 2 into root of സം കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ I1 plus I2 divided by M1 plus M2 into BH. ഓക്കെ, സോ ദിസ് ഇസ് ഈക്വൽ ടു 2 into root of 2 ജോമെട്രിയാണ്, അതായത് ജോമെട്രി സെയിം ആണെന്ന് പറഞ്ഞാൽ അവരുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ സെയിം ആണ്. സോ I1 is equal to I2 is equal to I. സോ I plus I എന്ന് പറയുമ്പോൾ 2I ആണ്, ഡിവൈഡഡ് ബൈ M1 plus M2. M1 എന്ന് പറയുന്നത് M ആണ്, M2 എന്ന് പറയുന്നത് 2M ആണ്. ഓക്കെ ആണല്ലോ. സോ ദിസ് ഇസ് ബേസിക്കലി 3M into BH. 3M into BH അതാണ് സം പൊസിഷനിൽ. ഇനി വാട്ട് ഇസ് T2? നൗ ദ പൊളാരിറ്റി ഓഫ് വൺ ഓഫ് ദ മാഗ്നറ്റ് ഈസ് റിവേഴ്സ്ഡ് എന്ന് പറഞ്ഞ് എന്തായി, ഇപ്പോൾ ഇത് ഡിഫറൻസ് കോമ്പിനേഷനായി. സോ ദാറ്റ് ഈസ് T into root of I1 plus I2 divided by M2 minus M1 into BH. M1 minus M2, M2 minus M1 ഏതാണോ കൂടുതൽ അത് എഴുതും കേട്ടോ. സോ ദാറ്റ് ഈസ് 2 into root of I1 plus I2 എന്ന് പറഞ്ഞാൽ 2I ആണ്. ഓക്കെ ആണല്ലോ. M2 minus M1 എന്ന് പറഞ്ഞാൽ 2M minus M ആണ്, വിച്ച് ഇസ് M into BH. M into BH. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ നമ്മളോട് ചോദിച്ചുള്ളത് T1 by T2 ആണ്. സോ വാട്ട് ഇസ് T1 by T2? T1 by T2 എന്ന് പറയുമ്പോൾ M താഴേക്ക് പോകും. ഓക്കെ ആണല്ലോ, M താഴേക്ക് പോകും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു M by root of M by 3M റൂട്ട്. ഓക്കെ ആണല്ലോ. ഒരു സ്ഥലത്ത് M ഉം മറ്റേ സ്ഥലത്ത് 3M ആണ് അല്ലേ. അപ്പോൾ ഇൻവേഴ്സ്ലി പ്രപ്പോർഷനാണ് വരിക. M വെട്ടിപ്പോയി. സോ T1 by T2 is equal to 1 by root 3 less than 1. അതായത് T1 by T2 എടുക്കുന്ന സമയത്ത് 1ൽ കുറവാണ്, അഥവാ root 3 T1 ആണ് T2. അതായത് T1നെ എന്തോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് T2 കിട്ടുക. ഓക്കെ, അതായത് T1നെ എന്തോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അതായത് T2 is greater, കാരണം T1നെ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലായിരിക്കും നിനക്ക് T2 കിട്ടുക. അപ്പോൾ T2 അല്ലേ വലുത്. സോ T2 is greater than T1, അഥവാ T1 is less than T2. T1 is less than T2. Answer is A. Answer is A. ഓക്കെ ആണല്ലോ, ഗ്രേറ്റ്. ആൻസർ ഇസ് എ. വൈഷ്ണ പറഞ്ഞിട്ടുണ്ട്, അസ്ന പറഞ്ഞിട്ടുണ്ട്, തബീത പറഞ്ഞിട്ടുണ്ട്. ഗ്രേറ്റ്, ഫൈൻ. സോ ദ ആൻസർ ഇസ് 1. ഓക്കെ ആണല്ലോ, കറക്റ്റ് ആൻസർ ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ എടുത്തോളൂ. At a point A, Earth's surface is at the angle of dip. Delta is equal to 25 degree. At point B, angle of dip minus 25 ആണ്. We can interpret that. നിങ്ങൾ മനസ്സിലാക്കാം, ആംഗിൾ ഓഫ് ഡിപ്പ് ശരിയാണല്ലോ. ആംഗിൾ ഓഫ് ഡിപ്പ് ഈസ് പോസിറ്റീവ് ഇൻ നോർത്തേൺ ഹെമിസ്ഫിയർ കേട്ടോ. ഞാൻ പറയാൻ വിട്ടുപോയ കാര്യമാണ്. ആംഗിൾ ഓഫ് ഡിപ്പ് ഈസ് പോസിറ്റീവ് ഇൻ നോർത്തേൺ ഹെമിസ്ഫിയർ ആൻഡ് angle of dip is negative in southern hemisphere. Angle of dip is negative in southern hemisphere. Okay ആണല്ലോ. അപ്പോൾ angle of dip is positive in northern hemisphere, angle of dip is negative in southern hemisphere. Okay ആണല്ലോ. അപ്പോൾ A is located in northern hemisphere, B is located in southern hemisphere. അതായിരിക്കണം നിങ്ങളുടെ ആൻസർ. ഓക്കെ ആണല്ലോ, മനസ്സിലായല്ലോ, ഗ്രേറ്റ്. A compass needle which is allowed to move in a horizontal plane is taken to a geomagnetic pole. It will become, ശ്രദ്ധിക്കുക, geomagnetic pole. Okay ആണല്ലോ, fine. So it will become rigid, showing no movement, will stay in any position, will stay in north south direction, will stay in east west. ഞാൻ പറഞ്ഞു ജിയോമാഗ്നറ്റിക് പോൾ എന്ന് പറഞ്ഞാൽ സൗത്ത് പോളിലേക്കാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു സൗത്ത് പോളിൽ കൊണ്ടുപോവാണെങ്കിൽ അവിടെ BH ഇല്ല. BH ഇല്ലെങ്കിൽ എന്ത് പറ്റില്ല, നമ്മുടെ കോമ്പസ് ഇഷ്ടമുള്ളിടത്തേക്കൊക്കെ നീങ്ങും, കാരണം മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല. സോ ഇറ്റ് വിൽ സ്റ്റേ ഇൻ എനി പൊസിഷൻ. മനസ്സിലായോ? ദ ആൻസർ ഇസ് ബി. തൊട്ട് മുന്നത്തെ ആൻസർ ഇസ് ഡി. ആരൊക്കെ ഡി പറഞ്ഞാൽ നോക്കട്ടെ. M ഡി പറഞ്ഞിട്ടുണ്ട്, വൈഷ്ണ അനീഷ് ഡി പറഞ്ഞിട്ടുണ്ട്, ഷബന ഡി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഷബന ഇസ് കമ്മിങ്. പുതിയ ആൾക്കാരൊക്കെ ആൻസർ ഇടുന്നുണ്ട്. സോ ഹാപ്പി ഫോർ ദാറ്റ്. ഓക്കെ ആണല്ലോ, സ്റ്റേ ഇൻ എനി പൊസിഷൻ. യെസ്, കറക്റ്റ് ആണ് കേട്ടോ. അടുത്ത് ടാൻജൻ കാൽവോമീറ്റർ ഈസ് യൂസ് ടു മെഷർ. ഞാൻ ഓൾറെഡി പറഞ്ഞു, ടാൻജൻ കാൽവോമീറ്റർ കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു എക്യുപ്മെൻ്റ് ആണ്. ഓക്കെ ആണല്ലോ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? പറഞ്ഞേ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ. ഓക്കെ,
അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ഫൈനൽ ഭാഗത്തേക്ക് വരികയാണ്. ഇനി കുറച്ച് കാര്യങ്ങളൂടെ ഉള്ളൊരു 10 മിനിറ്റ് കൂടെ തന്നാൽ മതി, ചാപ്റ്റർ തീർത്ത് തരാം. ഓക്കെ ആണല്ലോ? സോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോടാ? ജസ്റ്റ് എക്സാമിന് ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. പവിത്ര പറഞ്ഞിട്ടുണ്ട്, ശബന പറഞ്ഞിട്ടുണ്ട്, അസ്നാഷനും പറയുന്നുണ്ട്. എവറിത്തിങ് ഇസ് റൈറ്റ്. പറയുന്ന എല്ലാം ശരിയാണ്, ഞാൻ ഉത്തരങ്ങളെല്ലാം കാണുന്നുണ്ട്. എവറിത്തിങ് ഇസ് കറക്റ്റ്. സോ നമ്മൾ അടുത്തൊരു ഭാഗത്തേക്ക് വരികയാണ്. എന്താണ് മാഗ്നറ്റിക് മെറ്റീരിയൽ? സോ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് മാഗ്നറ്റൈസിങ് ഫീൽഡാണ്. എന്താണ് മാഗ്നറ്റൈസിങ് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എച്ച് വെച്ചിട്ടാണ്. എല്ലാവർക്കും ഈ സാധനങ്ങൾ എന്താണെന്ന് ഡൗട്ട് ഉണ്ട്, അതാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. മാഗ്നറ്റൈസിങ് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഒബ്ജക്റ്റ് ഇതിനാണ് ഞാൻ മാഗ്നറ്റ് ആക്കും. അയണിനെ മാഗ്നറ്റ് ആക്കണം, നീ മാഗ്നറ്റ് ഇങ്ങനെ ഉരയ്ക്കുന്നുണ്ടല്ലേ, അതേപോലെ നീ ഒരു ഒബ്ജക്റ്റ് മാഗ്നറ്റൈസ് ചെയ്യാൻ വേണ്ടി നീ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ മാഗ്നറ്റിക് ഫീൽഡ് എത്ര പവർ ഉണ്ട് അല്ലെങ്കിൽ എത്ര ഇൻറ്റൻസിറ്റി ഉണ്ടെന്ന് പറയുന്നതാണ് മാഗ്നറ്റൈസിങ് ഫീൽഡ്. ഓക്കെ, സോ മാഗ്നറ്റൈസിങ് ഫീൽഡ് H is equal to B0 by mu0, where mu0 is the permittivity and B0 is the magnetic field applied. ഓക്കെ ആണല്ലോ? സോ H is equal to B0 by mu0. ഓക്കെ ആണല്ലോ? ഫൈൻ. ഇതിൻ്റെ യൂണിറ്റ് അറിയണം, ആംപിയർ പെർ മീറ്റർ. ഓക്കെ ആണല്ലോ? ആംപിയർ പെർ മീറ്റർ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. അടുത്തതാണ് ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ. ഓക്കെ ആണല്ലോ? ഫൈൻ. എന്താണ് ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ? നമ്മളിപ്പോൾ വെച്ച ഒബ്ജക്റ്റിൽ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തു. നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനകത്ത് ഡൈപോൾ മൊമെൻറ്റ് ജനറേറ്റ് ചെയ്ത് തുടങ്ങും. കാരണം ഡൈപോൾ മൊമെൻ്റ് ആണ് എന്ത് ചെയ്യുന്നത്, മെല്ലെ ലൈൻസ് ക്രിയേറ്റ് ചെയ്ത് അത് മെല്ലെ എന്താണ് ലൂപ്പ് ഉണ്ടാക്കി അവസാനം മാഗ്നറ്റ് ആവുന്നത്. അപ്പോൾ ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ്, അതായത് 1 മീറ്റർ നീളം, 1 മീറ്റർ വീതി, 1 മീറ്റർ ഉയരമുള്ള ഒരു ഒബ്ജക്റ്റിൽ അത്ര പോകുന്ന സ്ഥലത്ത് എത്ര ഡൈപോൾ മൊമെൻ്റ് ഉണ്ടായി, അതായത് മാഗ്നറ്റിക് ഫീൽഡ് വെച്ച് നീ ഒബ്ജക്റ്റ് മാഗ്നറ്റൈസ് ചെയ്യുന്ന സമയത്ത് യൂണിറ്റ് വോളിയത്തിൽ എത്ര മാഗ്നറ്റിക് മൊമെൻറ്റ്സ് ഉണ്ടായി, അതിനെയാണ് ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ എന്ന് വിളിക്കുന്നത്. I is equal to മാഗ്നറ്റിക് മൊമെൻറ്റ് ഹാപ്പൻഡ് പെർ യൂണിറ്റ് വോളിയം. ഓക്കെ ആണല്ലോ? അതാണ് മാഗ്നറ്റൈസേഷൻ. അതിൻ്റെ യൂണിറ്റ് ഈസ് ആംപിയർ പെർ മീറ്റർ. ആംപിയർ പെർ മീറ്റർ. ഓക്കെ ആണല്ലോ? യൂണിറ്റ് ഈസ് ആംപിയർ പെർ മീറ്റർ. അടുത്തതാണ് സസെപ്റ്റിബിലിറ്റി. എന്താണ് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി? അതിന് നമ്മൾ കൈ എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുക. എന്താണ് മാഗ്നറ്റിക്? ആൽഫ അല്ല, കൈ എന്നാണ്. എന്താണ് കൈയും? ഒരു ഒബ്ജക്റ്റിനെ എത്ര പെട്ടെന്ന് നിനക്ക് മാഗ്നറ്റൈസ് ചെയ്യാൻ പറ്റും എന്നതിൻ്റെ ഒരു മെഷറാണ് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി. സോ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി എന്താണ്? എത്ര പെട്ടെന്ന് നിനക്കൊരു ഒബ്ജക്റ്റിനെ മാഗ്നറ്റൈസ് ചെയ്യാം. സോ കൈ എം ഇസ് ഈക്വൽ ടു 1/h. ഓക്കെ, സോറി, I/h. ഓക്കെ ആണല്ലോ? അതാണ് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി. അടുത്തതാണ് മാഗ്നറ്റിക് പെർമിയബിലിറ്റി. മ്യൂ എന്ന് റെപ്രസെന്റ്. എന്താണ് മാഗ്നറ്റിക് പെർമിയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിലൂടെ എത്രത്തോളം മാഗ്നറ്റിക് ഫീൽഡ് കടന്നു പോകാൻ കഴിയും. ഒരു ഒബ്ജക്റ്റിലൂടെ 10 എണ്ണം, അടുത്തത് 20 എണ്ണം. അപ്പോൾ രണ്ടാമത്തെയാണ് മാഗ്നറ്റിക് പെർമിയബിലിറ്റി കൂടുതൽ. അപ്പോൾ ഒരു ഒബ്ജക്റ്റിലൂടെ എത്ര കൂടുതൽ, ശ്രദ്ധിക്കുക, എത്ര കൂടുതൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കടന്നു പോകാൻ പറ്റുമോ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മാഗ്നറ്റിക് പെർമിയബിലിറ്റി എന്ന് വിളിക്കുക. സോ മ്യൂ ഇസ് ഈക്വൽ ടു BM/h. ഇതാണ് മാഗ്നറ്റിക് പെർമിയബിലിറ്റി. യൂണിറ്റ് ഈസ് ഹെൻറി പെർ ആംപിയർ. ഓക്കെ ആണല്ലോ? ഹെൻറി പെർ ആംപിയർ. മനസ്സിലായോടാ? സോ ദാറ്റ് ഈസ് റിഗാർഡിങ് ഇറ്റ്. അടുത്തത് റിലേറ്റീവ് പെർമിയബിലിറ്റി. റിലേറ്റീവ് പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? μ/μ0 കേട്ടോ. അതായത് ഒരു ഒബ്ജക്റ്റിലുള്ള മാഗ്നറ്റിക് പെർമിയബിലിറ്റി ഡിവൈഡഡ് ബൈ ആ സ്പേസിലുള്ള മാഗ്നറ്റിക് പെർമിയബിലിറ്റി. അത്രയേ ഉള്ളൂ. അടുത്തത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പെർമിയബിലിറ്റി ആൻഡ് സസെപ്റ്റിബിലിറ്റി. സോ മ്യൂ ഇസ് ഈക്വൽ ടു μ0 × 1 + chi m, അഥവാ μr ഇസ് ഈക്വൽ ടു 1 + chi m. ഇത് രണ്ടും നിങ്ങൾ പഠിച്ചാൽ മ്യൂ ഇസ് ഈക്വൽ ടു μ0 × 1 + chi m. അപ്പോൾ വാക്വത്തിൻ്റെ മ്യൂ എന്ന് പറയുന്നത് 0 ആണ്. എയറിൻ്റെ മ്യൂ എന്ന് പറയുന്നത് 0.04 ആണ്. ഈ രണ്ട് ആസ്പെക്റ്റോടെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ ആണല്ലോ? സോ ദിസ് ഇസ് റിഗാർഡിങ് ഇറ്റ്. ചില സ്ഥലത്ത് B/h ഇസ് ഈക്വൽ ടു μ0 × 1 + 1/h എന്നൊരു ഫോർമുലയോടെ യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ട്. ഓക്കെ, സോ ജസ്റ്റ് ഈ 3 ഇക്വേഷനോടെ ജസ്റ്റ് പഠിച്ചിരിക്കുക കേട്ടോ. സോ ദാറ്റ് ഈസ് റിഗാർഡിങ് ദി ഡിഫറെൻറ്റ് സാധനങ്ങൾ, ഡിഫറെൻറ്റ് ടേംസ്. ഓക്കെ, നൗ വി ആർ കമ്മിങ് ടു ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പഠിക്കാൻ വേണ്ടി സാറ് ടേബിൾസ് ആക്കിയാണ് കൊണ്ടു തന്നിട്ടുള്ളത്. ജസ്റ്റ് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതൊന്ന് നീക്കി തരാം, നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തോ. നമ്മൾ 3 ഒബ്ജക്ട്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. വി ആർ ലേണിംഗ് അബൌട്ട് ഡയാമാഗ്നറ്റിസം, പാരാമാഗ്നറ്റിസം, അതുപോലെ തന്നെ ഫെറോമാഗ്നറ്റിസം. എന്താണ് ഡയാമാഗ്നറ്റിസത്തിന്
മാഗ്നറ്റിസം ഉണ്ടാവാൻ കാരണം? അതിൻ്റെ കാരണം ഇലക്ട്രോൺസ് ചുറ്റും കറങ്ങുന്നത് കൊണ്ടാണ്. ഓർബിറ്റൽ മോഷൻ ഓഫ് ഇലക്ട്രോൺ ആണ്. ഓക്കെ ആണല്ലോ, ഓരോ ടേമും പഠിക്കുക കേട്ടോ. ദിസ് ഇസ് ഡ്യൂ ടു ഓർബിറ്റൽ മോഷൻ. പാരാമാഗ്നറ്റ് ആവട്ടെ, ദാറ്റ് ഈസ് ഡ്യൂ ടു സ്പിൻ മോഷൻ ഓഫ് ഇലക്ട്രോൺ. ഫെറോമാഗ്നറ്റ് ആണെങ്കിൽ ഡൊമൈൻസ്, അതായത് ഇലക്ട്രോൺസ് ഒരു പെർട്ടിക്കുലർ രീതിയിൽ അറേഞ്ച് ചെയ്യുന്നതുകൊണ്ടാണ്. ഓക്കെ ആണല്ലോ. അടുത്തത്, ആ ഒബ്ജക്റ്റ് ഇലക്ട്രോണിക് മാഗ്നറ്റിക് ഫീൽഡ് വെക്കുകയാണെങ്കിൽ എന്തുണ്ടാവും? ചെറിയൊരു മാഗ്നറ്റൈസേഷൻ ഉണ്ടാവും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. ഓക്കെ ആണല്ലോ, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മാഗ്നറ്റിസം ആവും. ഇതിലും പുവർ മാഗ്നറ്റൈസേഷൻ സെയിം ഡയറക്ഷനിലാവും, ഇതിൽ സ്ട്രോങ് മാഗ്നറ്റൈസേഷൻ ആവും. ജസ്റ്റ് തിയറി ആസ്പെക്റ്റിൽ പഠിച്ചാൽ മതി കേട്ടോ. ഇതിൻ്റെ IH കർവ് വരയ്ക്കുകയാണെങ്കിൽ സ്മോൾ നെഗറ്റീവ് ആയിരിക്കും, സ്മോൾ പോസിറ്റീവ് ആയിരിക്കും, ലാർജ് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചുതരാം. സ്ക്രീൻഷോട്ട് എടുത്തു എല്ലാവരും, എന്നിട്ട് എപ്പോഴാണ് എഴുതിയെടുത്തു കേട്ടോ. ഓക്കെ, സ്ക്രീൻഷോട്ട് എടുക്കാമല്ലോ? എടുക്കാം. ഓക്കെ, എടുത്തോളാം. സ്ക്രീൻഷോട്ട് എടുത്തോ, പോസ്റ്റ് ചെയ്തോ, എടുത്തോട്ടോ. ഞാൻ മാറ്റുകയാണേ. രണ്ടാമത്തെ കാര്യം, അടുത്ത് കൈഎം കർവ് ആണ്. ഒന്നാമത്തെ കാര്യം താഴത്തേക്ക് നെഗറ്റീവ് എക്സ് ആക്സിസിലായിരിക്കും, അടുത്തത് ഒരു പാരാബോളിക് ആയിരിക്കും, അടുത്തത് സ്റ്റീപ്പ് കുറച്ചുകൂടെ കുറവായിരിക്കും. ഓക്കെ ആണല്ലോ. രണ്ടാമത് റിലേറ്റീവ് പെർമിബിലിറ്റി ആണ്. ഒന്ന് 1നും 0നും ഇടയ്ക്കാണ്, ഒന്ന് 2നും 1നും ഇടയ്ക്കാണ്, അടുത്തത് 1ൽ കൂടുതലായിരിക്കും. ഓക്കെ ആണല്ലോ. പിന്നെ സിംഗിൾ മൊമെൻറ്റ്, അതായത് ഒരാറ്റത്തിന് മാഗ്നറ്റിക് മൊമെൻറ്റ്, ഇതൊക്കെ നിങ്ങൾക്ക് വായിച്ചാൽ മതി, അതാണ് ഞാൻ ജസ്റ്റ് ഓടിച്ചോട്ട് പറയുന്നത്. ഒന്നിന് പെർമനൻ്റ് ആയിട്ട് ഒന്നുമില്ല, ഇവന് പെർമനൻ്റ് ഉണ്ട്, ഇവനും പെർമനൻ്റ് ഉണ്ട്. ഓക്കെ ആണല്ലോ. സോ ദാറ്റ് ഈസ് യുവർ സെക്കൻഡ് ടേബിൾ. അതും സ്ക്രീൻഷോട്ട് ചെയ്തോ. സ്ക്രീൻഷോട്ട് ചെയ്തോ, കാണുന്നില്ലേ? ഓക്കെ. അടുത്തത് ബിഹേവിയർ. അതായത് എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു ഒബ്ജക്റ്റ് വെച്ച് അതിലൊരു ഫീൽഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്ത് പറ്റുമെന്ന് അറിയോ? ഇതിന് ആ ഫീൽഡിനടുത്തേക്ക് പോവും. ഓക്കെ ആണല്ലോ. അതിനകത്ത് ഡയ കുറച്ച് പോവും, പാര കുറച്ചുകൂടെ പോവും, ഫെറോ നല്ല പോവും. കണ്ടോ, ഒരാൾ ജസ്റ്റ് ഉണ്ടാക്കിയുള്ളൂ, ഒരാൾ ഇത്ര ഉണ്ടാക്കി, മറ്റേ ആൾ ഷാർപ്പ് ഉണ്ടാക്കി. ഓക്കെ ആണല്ലോ. ജസ്റ്റ് അത് മാത്രം പഠിച്ചു വയ്ക്കുക. ഓക്കെ ആണല്ലോ, ഫൈൻ. ഇനി റോഡ് വെച്ചു, അങ്ങനെയാണെങ്കിൽ എന്ത് പറ്റി? ഇവരാണെന്നുണ്ടെങ്കിൽ ഒരു മാഗ്നറ്റ് തൂക്കുകയാണെങ്കിൽ അത് പെർപെൻഡിക്കുലറായി നിൽക്കും, മറ്റേ ആൾ എന്ത് പറ്റും? പാരലായി നിൽക്കും, മറ്റേവും പാരലായി നിൽക്കും. കാരണം പാരൽ പറഞ്ഞാൽ അവരങ്ങ് അറേഞ്ച് ചെയ്യും, നോർത്ത് സൗത്ത് ആയിട്ട്. ഓക്കെ, അപ്പോൾ അതും സ്ക്രീൻഷോട്ട് ചെയ്തോളൂ. ഓക്കെ, ഇതൊന്നും നിങ്ങൾക്ക് എവിടെ നിന്നും കിട്ടാത്ത ടേബിൾസാണ് കുട്ടികളെ, ദയവ് ഇത് മിസ് ചെയ്യരുത് കേട്ടോ. ഇതൊക്കെ നിങ്ങൾ എടുത്തു വയ്ക്കുക. നിങ്ങൾ റിവിഷൻ ചെയ്യുന്ന സമയത്തൊക്കെ ഇത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള വേറെ ടേബിൾസ് എവിടെ നിങ്ങൾക്ക് കിട്ടില്ല. നിങ്ങൾ ടെക്സ്റ്റ് വായിക്കുകയാണെങ്കിൽ ഓരോ സാറന്മാരും ഇത് ഇഷ്ടം പോലെ കാണിക്കുക ചെയ്യുക. ലാസ്റ്റ് സ്ലൈഡ് ഒന്നുകൂടെ കണ്ടോളൂ, ഒന്നുകൂടെ കണ്ടോ. അപ്പോൾ ഇത് മാക്സിമം സ്ക്രീൻഷോട്ട് ചെയ്യുക, ഇത് കീപ്പ് ചെയ്യുക കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്, നിങ്ങൾ മസ്റ്റായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് ടേബിളാണിത്. ഇതിനെ ബേസ് നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി ഇതാണ് ഇതിൻ്റെ ലാസ്റ്റ് സാധനങ്ങൾ. ഓക്കെ ആണല്ലോ. മാഗ്നറ്റിക് മൊമെൻറ്റ്, അപ്പോൾ M ലെസ് ആയിരിക്കും, മറ്റേ M അത്യാവശ്യം ഉണ്ടാവും, മറ്റേ ഹൈ ആയിരിക്കും. ഓക്കെ ആണല്ലോ. പ്ലസ് എക്സാമ്പിൾസ്, നിങ്ങൾക്ക് പറ്റുന്ന അത്രയും എക്സാമ്പിൾസ് പഠിച്ചോ. ഞാൻ എല്ലാം പെറുക്കി കൊണ്ടുവന്നിട്ടുണ്ട്, എല്ലാം നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാവരും ടേബിൾ ഉണ്ടടാ, വേണ്ടതൊക്കെ നിങ്ങൾ എടുത്തോ കേട്ടോ. സോ ദാറ്റ് ഈസ് റിഗാർഡിങ് ദി മെറ്റീരിയൽസ്. അപ്പോൾ നോക്കിയാൽ ഒരൊറ്റ ഒരു വലിയൊരു ടേബിളിലൂടെ നമ്മൾ എന്ത് ചെയ്തു? ഇത്രയും വലിയൊരു ടേബിളിലൂടെ നമ്മൾ എൻറ്റയർ ഡയാമാഗ്നറ്റിസം, പാരാമാഗ്നറ്റിസം, ഫെറോമാഗ്നറ്റിസം, ഇത് മൂന്നുണ്ട്. ഇതെനിക്ക് ഓരോന്നെടുത്തും എണ്ണി പഠിപ്പിക്കാൻ സമയമല്ല, അതുകൊണ്ടാണ് ടേബിളാക്കി തന്നത്. യു ക്യാൻ ജസ്റ്റ് സ്ക്രീൻഷോട്ട് ഇറ്റ്, ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എഴുതിയെടുക്കാം കേട്ടോ. ഓക്കെ ആണല്ലോ. സോ ദാറ്റ് ഈസ് റിഗാർഡിങ് ദാറ്റ്. ഓക്കെ, നമുക്കിനി ക്വസ്റ്റ്യൻസിലേക്ക് നീങ്ങാം. അവസാനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, ഇതുകൂടെ കഴിയുന്നതോടെ നമ്മുടെ ചാപ്റ്റർ എൻഡ് ചെയ്യും. ഓക്കെ. ആൻ അയൺ റോഡ് ഓഫ് സസെപ്റ്റിബിലിറ്റി 599, സസെപ്റ്റിബിലിറ്റി ഈസ് കൈഎം, ദാറ്റ് ഈസ് 599, is subjected to a magnetizing field of 1200. Okay ആണല്ലോ, ഫൈൻ. ഓക്കെ, the permeability of the material is, അപ്പോൾ നമുക്കറിയാം μr എന്ന് പറയുന്നത് 1 + km ആണ്. നമ്മുടെ തൊട്ട് മുന്നേ എഴുതിയ ഇക്വേഷൻ ആണ്. സോ 1 + 599 ദാറ്റ് ഈസ് ഈക്വൽ ടു 600. ആൻഡ് മ്യൂ ഇസ് ഈക്വൽ ടു നമുക്കറിയാം μr × μ0 ആണ്. ഓക്കെ ആണല്ലോ. സോ μr ഈക്വൽ ടു 600 × μ0 തന്നിട്ടുണ്ട് 4π × 10⁻⁻⁷ 4 6 24. സോ 24 π × 10⁻⁻⁵ Ta⁻⁻1 24 × അപ്പോൾ അത് എത്ര വരും? അല്ലെങ്കിൽ 2.4 × 10⁻2 2.4 × 10⁻⁻4. ആൻസർ ഇസ് എ. ആൻസർ ഇസ് എ. അപ്പോൾ ഒരുപാട് ചെയ്ത് ചോദിക്കും, സാർ ഇതിനകത്ത് എന്തിനാണ് മാഗ്നറ്റിക് ഫീൽഡ് തന്നത്? എനിക്കറിയില്ല അവരെന്തിനാണ് തന്നതെന്ന്. നമുക്ക് ക്വസ്റ്റ്യൻ കാണാൻ അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ ആണല്ലോ, ഫൈൻ. സാർ കോമ്പി റൂം ഇല്ലാത്ത ഡേ ഗ്രൂപ്പിലൊന്ന് അപ്ഡേറ്റ് ചെയ്യണേ, ബിക്കോസ് ഇന്നലെ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തു. കോമ്പി റൂം ഇന്നലെ ഇല്ലയെന്ന് ഞാൻ ആക്ച്വലി ഉച്ചയ്ക്ക് തന്നെ ഞാൻ ലൈക്ക് നമ്മൾ ഷെഡ്യൂൾ ചെയ്യുന്ന സമയത്ത്
ചില ദിവസങ്ങളിൽ ഞാൻ ബിസി ആയി പോകുന്നതാണ്, അതായത് ക്ലാസ്സസ് ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും ബിസി ആവുന്നതുകൊണ്ടാണ് മികവാറും അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തത്. അങ്ങനെ വരികയാണെങ്കിൽ ഞാൻ യൂഷ്വലി ഉച്ചയ്ക്ക് അറിയിക്കാറുള്ളതാണ്. മേ ബി ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വന്നാണ്. നാളെ കോമ്പി ഇല്ല, നാളെ കോമ്പി ഉണ്ടാവില്ല. ഓൾറെഡി യൂട്യൂബിൽ ഷെഡ്യൂൾ ചെയ്താണ്, പക്ഷേ നാളെ കോമ്പി ഇല്ല. നാളെ വേറൊരു സെഷൻ ഉണ്ട്. മറ്റന്നാൾ കോമ്പി ഉണ്ടാവും കേട്ടോ. ഓക്കെ ആണല്ലോ. ആൻസർ ഇസ് എ, റൈറ്റ് ആൻസർ. ഇതേപോലെ ഇടയ്ക്ക് കുട്ടികളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കുറച്ച് സാധനങ്ങൾ തരും. ഓക്കെ, കണ്ടോ ഇതിനകത്ത് തന്നത് ഈ സാധനം 1200, അത് ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ നിങ്ങൾ ഒഴിവാക്കുക. ദിസ് ഇസ് ദ അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻ. ഓക്കെ, എ തിൻ diamagnetic rod is placed vertically between the poles of a magnet. When current in electromagnet is switched on, then the diamagnetic rod is pushed up out of the horizontal magnetic field. ശരിയാണ്. Hence the rod gains gravitational potential energy. This work requires come from. ശ്രദ്ധിച്ചേ വാട്ട് ഇസ് ഹാപ്പനിങ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി, നിങ്ങളിപ്പോൾ ഒരു ഒബ്ജക്റ്റ് കൊടുത്ത സമയത്ത് ഒരു ഡയമാഗ്നറ്റിക് ഫീൽഡ് ഇരിക്കുകയാണ്, നീ കറണ്ട് കൊടുത്ത സമയത്ത് ഈ സാധനം നീങ്ങി. അപ്പോൾ ഇതിനുള്ള വർക്ക് എവിടെ നിന്ന് കിട്ടിയെന്നാണ് ചോദിച്ചത്. നമ്മൾ ഒരു സോഴ്സിൽ നിന്ന് വർക്ക് കൊടുത്തപ്പോൾ ആ കൊടുത്ത വർക്കാണ് പണി ചെയ്തത്. അതായത് നമ്മൾ ഏതാണോ കൊടുത്തത് ആ സാധനമാണ് മാറിയത്. അതായത് നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് ഒരു സോഴ്സിൽ നിന്ന് കൊടുത്ത വർക്ക് ഉണ്ടല്ലോ, അതാണ് അവിടെ പണിയെടുത്തത്. ആൻസർ ഇസ് എ. ദ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി ഈസ് നെഗറ്റീവ് ഫോർ. ഡയമാഗ്നറ്റിക് മാത്രമാണ് തിയറിയിൽ പഠിപ്പിച്ചതെന്നാണ് കേട്ടോ. അടുത്തത്, ദർ ഇസ് 4 ലൈറ്റ് വെയ്റ്റ് റോഡ് സാമ്പിൾസ് ABCD സെപ്പറേറ്റഡ് ബൈ 4 സസ്പെൻഡഡ് ത്രെഡ്. ഓക്കെ ആണല്ലോ. സോ ഇതാക്കിയിട്ടുണ്ട്. ചോദിച്ചിട്ടുള്ളത് എ ഈസ് ഫീബിളി റിപ്പൽഡ്. എ ഫീബിളി റിപ്പൽഡ് ആണെങ്കിൽ എ വിൽ ബി ഡയമാഗ്നറ്റിക് കേട്ടോ. ശ്രദ്ധിക്കുക, ഫീബിളി റിപ്പൽ ചെയ്യുന്നത് ഡയമാഗ്നറ്റിക് ആണ്. ഓക്കെ, അപ്പോൾ ബിയും ഫീബിളി റിപ്പൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിനടുത്ത് ഫീബിളി അട്രാക്റ്റഡ് ആണെങ്കിൽ ദാറ്റ് വിൽ ബി പാരാമാഗ്നറ്റിക്. ഓക്കെ, ഇനി സ്ട്രോങ്ലി അട്രാക്റ്റഡ് ആണെങ്കിൽ ദാറ്റ് ഈസ് ഫെറോമാഗ്നറ്റിക്. അൺഅട്രാക്റ്റഡ് ആണെങ്കിൽ മാഗ്നറ്റിക് അല്ല. അപ്പോൾ എന്താ ചോദിച്ചത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ? എ ഈസ് ഡയമാഗ്നറ്റിക്, തെറ്റാണ്. ബി ഈസ് പാരാമാഗ്നറ്റിക്, ശരിയാണ്. സി ഈസ് ഫെറോമാഗ്നറ്റിക്, തെറ്റാണ്. ഡി ഈസ് ഫെറോമാഗ്നറ്റിക്, തെറ്റാണ്. ആൻസർ ഇസ് എ. ഓക്കെ ആണല്ലോ. ആൻസർ ഇസ് എ. ഓക്കെ, എ ശരിയാണ്. കറണ്ട് സോഴ്സ് കറക്റ്റ് ആണ് കേട്ടോ. അടുത്ത അവസാനത്തെ ക്വസ്റ്റ്യൻസ് ആണ്. വേം പറഞ്ഞാൽ നമുക്ക് വേം തീർക്കാം. ഓക്കെ, സോ ദിസ് ഇസ് ദ ക്വസ്റ്റ്യൻ. എ ഡയമാഗ്നറ്റിക് മെറ്റീരിയൽ മൂവ്സ്. അപ്പോൾ ഡയമാഗ്നറ്റിക് വെക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി മൂവിങ് ഫ്രം സ്ട്രോക്കർ ടു വീക്കർ ഫീൽഡ് കേട്ടോ. ജസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ക്യൂരീസ് ലോ ഇസ് സസെപ്റ്റിബിലിറ്റി ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടി. ആൻസർ ഇസ് 1/t. വിച്ച് ഓഫ് ദ ഫോളോയിങ് മാഗ്നറ്റിസിറ്റി ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്യാത്ത ഡയമാഗ്നറ്റിസത്തിലാണ്. ബാക്കിയുള്ളവരൊക്കെ ചൂടാക്കുമ്പോൾ അലൈൻമെൻറ്റ് മാറി, അറ്റോമിക് അലൈൻമെൻറ്റ് മാറി അതിൻ്റെ ചേഞ്ച് വരാൻ സാധ്യതയുണ്ട്. ഫോർ പ്രൊട്ടക്റ്റിംഗ് സെൻസിറ്റീവ് എക്യുപ്മെൻറ്റ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ഷുഡ് ബി പ്ലേസ്ഡ് ഇൻസൈഡ് ആൻ അയൺ ക്യാൻ. കാരണം ദർ ഇസ് സംതിങ് കോൾഡ് ആസ് ആൻ മാഗ്നറ്റിക് ഷീൽഡിങ്. അതായത് മാഗ്നറ്റിക് ഷീൽഡിങ് വെക്കുകയാണെങ്കിൽ ഈ അയൺ മൊത്തം ഇലക്ട്രോമാഗ്നറ്റിക് സാധനം എടുത്തിട്ട് ഉള്ളിലേക്കൊന്നും വിടില്ല. ആൻഡ് ഹോപ്പ്ഫുള്ളി ഇതിൻ്റെ ഒക്കെ ആൻസർ എ ആണ്. സോ എല്ലാവരും എ കുത്തിയവരെല്ലാവരും കഴിച്ചില്ലായി അല്ലേ? കറക്കി കുത്തി ഒരു 5 എണ്ണം ഏങ്ങ് കുത്താമെന്ന് വിചാരിച്ചാൽ 5 എണ്ണവും ശരിയായി. ഓക്കെ ആണോ? സോ വിത്ത് ദാറ്റ് നോട്ട് യെസ് വി ഹാവ് കെയിം ആൻ എൻഡ് ടു ദിസ് അനദർ ബ്യൂട്ടിഫുൾ ചാപ്റ്റർ അല്ലേ? നമ്മൾ ഒരുപാട് ഈ 1.5 മണിക്കൂറിൽ എനിക്ക് ഡിസ്കസ് ചെയ്യാവുന്ന മാക്സിമം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ടഫായിട്ടുള്ള ഒന്നും ഡിസ്കസ് ചെയ്തില്ല. റിലവൻ്റ് ആയിട്ടുള്ള തിയറി പോർഷൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഒരു ഹിസ്റ്ററിസിസ് കർവ് പറഞ്ഞിട്ടില്ല, അത് എക്സാമിന് ചോദിക്കുന്നില്ല. അതുകൊണ്ടാണ് പറയാത്തത്. വെറുതെ അത് പഠിച്ച് നിങ്ങളുടെ ചെറിയ തല പുണ്ണാക്കണ്ട. ഇപ്പം അതൊന്നും ചോദിക്കുന്നില്ല കേട്ടോ. സോ ദാറ്റ് ഈസ് റിഗാർഡിങ് ഓൾ അബൌട്ട് ദിസ് ചാപ്റ്റർ. എല്ലാവർക്കും മനസ്സിലായി എന്ന് തന്നെ വിചാരിക്കുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ യു ക്യാൻ ഓൾവേസ് put it under the comment section. I will be replying it. ഓക്കെ ആണല്ലോ. അപ്പോൾ നാളെ നമുക്ക് കോമ്പി ഉണ്ടാവില്ല. ഇനി നമ്മൾ മറ്റന്നാളായിരിക്കും കോമ്പി ഉണ്ടാവുക. അപ്പോൾ എല്ലാവർക്കും ഈ ചാപ്റ്റർ മനസ്സിലായോ ഒന്ന് പറയണ്ട. എല്ലാവർക്കും ചാപ്റ്റർ മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടോ? നിങ്ങളുടെ ഫീഡ്ബാക്ക് തന്നെ. ചാപ്റ്റർ എങ്ങനെയുണ്ട്? ഇങ്ങനെ തന്നെ പഠിപ്പിച്ചാൽ മതിയോ? ഇനി നമുക്ക് എസിയും റയോപ്റ്റിക്സും കൂടെ ഉള്ളത്. ഇങ്ങനെ തന്നെ പഠിപ്പിച്ചാൽ മതിയോ? നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായോ? ജസ്റ്റ് ഒന്ന് പറഞ്ഞേ നോക്കട്ടെ. ചാപ്റ്റർ മനസ്സിലായോ? ജസ്റ്റ് പറഞ്ഞേ. എത്ര ക്വസ്റ്റ്യൻസ് ചോദിക്കും? ഒരു ക്വസ്റ്റ്യൻ, അഥവാ കൂടിപ്പോയ 2 എണ്ണം. 2 ചോദിക്കില്ല, 1 തന്നെ ചോദിക്കുള്ളൂ. അതിൽ കൂടുതൽ ചോദിക്കില്ല. ഓക്കെ, യെസ് പക്കാ ക്ലിയർ. യെസ് സാർ. ഓക്കെ, സോ ഞാൻ 1.5 മണിക്കൂറിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു 9:35 സ്റ്റാർട്ട് ചെയ്തു. 11:05 ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് പറ്റുന്ന മാക്സിമം പോർഷൻ ഈ 1.5 മണിക്കൂറിൽ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഐ ഹോപ്പ് എവരി വൺ അണ്ടർസ്റ്റുഡ് ദിസ് സെഷൻ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, ഉറങ്ങുക. അപ്പോൾ പറ്റുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ബാക്കി ടൈം ഇരുന്നിട്ട് എന്ത് ചെയ്യുക,
ഇതിൻ്റെ ഒരു 20-30 ദിവസം കൊണ്ടൊക്കെ സോൾവ് ചെയ്തോ. അപ്പോൾ ഈ ചാപ്റ്റർ അങ്ങ് ക്ലിയർ ആവുമല്ലോ അല്ലേ. അപ്പോൾ മാക്സിമം ക്ലിയർ ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ റിഗാർഡിംഗ് ദിസ് ചാപ്റ്റർ. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ. സർ ഇക്വേഷൻസ് ഒക്കെ എഴുതുമ്പോൾ ഒന്ന് സ്ലോ ചെയ്യണം. ആക്ച്വലി നമ്മളെ ഒരു നിങ്ങൾക്ക് ആക്ച്വലി എന്താ പറയുക, ഇത് എപ്പോൾ ആണെങ്കിലും പോസ് ചെയ്തിട്ട് വീണ്ടും കാണാനൊരു ഓപ്ഷൻ ഉണ്ടല്ലോ, അതുകൊണ്ടാണ് കേട്ടോ, വേറെ ഒന്നും അല്ല. അപ്പോൾ ചിലവർ ജസ്റ്റ് കാണുന്നവരായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് ടൈം ഞാൻ ഒന്നുകൂടെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാം. റേ ഓപ്റ്റിക്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം കൂടെ ഉണ്ട്, റേ ഓപ്റ്റിക്സ് ഒരു ചാപ്റ്ററാണ്. എനിക്ക് ആകെ അറിയേണ്ടത് റേ ഓപ്റ്റിക്സ് ഞാൻ ഫുൾ എടുത്തു തരണം. അതായത് നിങ്ങൾക്കൊരു സാധാ ചാപ്റ്റർ എടുക്കുന്ന പോലെ എടുത്തു തരണമെങ്കിൽ ഒരു 2-2.5 മണിക്കൂർ എടുക്കും ആ ചാപ്റ്റർ ഫിനിഷ് ചെയ്യാൻ. നിങ്ങൾക്കത് വേണോ, ഇഫ് യു നീഡ്, ഞാൻ അങ്ങനെ തന്നെ റേ ഓപ്റ്റിക്സ് എടുക്കാം. എല്ലാവരും ഡിമാൻഡ് ചെയ്യുന്ന ഒരു ചാപ്റ്ററാണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞു, ഞാൻ അങ്ങനെ തന്നെ എടുക്കാം. വേണോ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോമൺ ആയിട്ടൊന്ന് പറഞ്ഞേ, റേ ഓപ്റ്റിക്സ് അത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വേണോ, കുറച്ചുകൂടെ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് അങ്ങനെ ആ രീതിയിൽ ആ ചാപ്റ്റർ എടുക്കണമെങ്കിൽ നിങ്ങളൊന്ന് പറയുകയാണെങ്കിൽ ഐ വിൽ ജസ്റ്റ് ടേക്ക് ദി ചാപ്റ്റർ ഇൻ ദാറ്റ് വേ ഇറ്റ്സെൽഫ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക ഗ്രൂപ്പിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് റേ ഓപ്റ്റിക്സ് വേണ്ടതെന്ന്, എന്നാൽ ഞാൻ അങ്ങനെ തന്നെ എടുക്കാം കേട്ടോ. സോ അതിൻ്റെ ഒരു അപ്ഡേറ്റ് കൂടെ കിട്ടി കഴിഞ്ഞാൽ ഐ ജസ്റ്റ് സ്റ്റോപ്പ് ദ ലൈവ് സെഷൻ. ഉള്ളവർ ജസ്റ്റ് ഓൺലൈനിലുള്ളവർ മാത്രം ഒന്ന് റെസ്പോണ്ട് ചെയ്തേ നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടതെന്ന്. ഓക്കെ, യെസ് വേണം, യെസ്. അപ്പോൾ എല്ലാവരും അങ്ങനെ പറയുന്നത്, നോ പ്രോബ്ലം, ഓവറോൾ ചാപ്റ്റർ എടുക്കണം. ഓക്കെ ഫൈൻ. സോ റേ ഓപ്റ്റിക്സ് എല്ലാവരും അങ്ങനെ പറയുന്നത്. സോ റേ ഓപ്റ്റിക്സ് നമ്മൾ മൊത്തത്തിൽ കവർ ചെയ്യുന്നുണ്ടാവും, ഫ്രം ദി വെരി സ്റ്റാർട്ട് ടു ദി വെരി എൻഡ് ഇൻ ദ മോസ്റ്റ് ഡീറ്റെയിൽഡ് വേ വിച്ച് ഇസ് പോസിബിൾ വിത്തിൻ 2.5 hours. കാരണം ഞാൻ റിപ്പീറ്റേഴ്സിൽ എടുക്കുമ്പോൾ അതൊരു 15 മണിക്കൂറിനടുത്ത് എടുക്കുന്ന ഒരു ചാപ്റ്ററാണ്. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ നമുക്ക് വ്യക്തമായിട്ട് ഡിസ്കസ് ചെയ്യാം. നൗ യു ക്യാൻ ഗോ ആൻഡ് സ്ലീപ്പ്. ഓക്കെ ആണല്ലോ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. സീ യു ഇൻ സം അതർ സെഷൻ. So good night everyone. Okay, so that's all for the day. So thank you for joining us. See you in some other time. Okay, bye bye. അപ്പോൾ നാളെ കോമ്പി അല്ല, we'll see you tomorrow, day after tomorrow.